ആ മകനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ദൈവം അല്ലെങ്കിൽ ഇന്ന് ഞങ്ങളെ മത്സരത്തിനായി സ്തോത്രം. ശുഭാന സ്ത്രീക്ക് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി തരാൻ പോകുന്നതിനായി സ്തോത്രം. നച്ചുബാദര കർത്താവ് ശുഭാന സീക്കർ ജനത്തിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ നീയാണ് കർത്താവ് ശുഭാന സീക്കർ ഞങ്ങളെ പൊക്കിയെടുക്കുന്നത്. ശുഭാന സീക്കർ പൗലോസിനോട് ബോട്ടിൽ വെച്ച് സംസാരിച്ച ദൈവം ഈ കൂടെ രാത്രി നിരയെല്ലാം ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു, എന്നോട് കൽപ്പിച്ച പോലെ തന്നെ സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. അങ്ങനെയെങ്കിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ ചില വലിയ ദൈവപ്രവൃത്തി ഞങ്ങൾ കാണാൻ പോവാം. ദൈവപ്രവൃത്തികൾ കാണാൻ പോവാം. ശുഭാന സീക്കറോവന അജുബാദര സംസാരിക്കുകയാണ്. ശുഭാന സീക്കറോവന അശുബര കരയണ്ട മകളെ നീ കരയണ്ട. ശുഭാന വീണ്ടും പിന്നും അറിയുന്നവൻ ഈ ആൽഫൻ ഒമേഗ ഹല്ലേലൂയ ആദ്യം മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കർത്താവെ അങ്ങനെ നീ കൽപ്പിക്കുന്നതിനായ സ്തോത്രം. ഇന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുവല്ല ദാസിമാരെ അനുഗ്രഹം ലീഡന്റെ ദാസിനെ സഹായിക്കണം. അപ്പൊ ദൈവത്തിന് പരിശുദ്ധാത്മാ അതിലൂടെ സംസാരിക്കണം. ഒരു കഴുതിയിലൂടെ സംസാരിക്കാൻ പറ്റിയെങ്കിൽ കർത്താവ് നിനക്ക് സംസാരിക്കും, കഴുത സംസാരിക്കും. യേശുവിന്റെ ആബേലിന്റെ രക്തം സംസാരിച്ചു. കൂലിക്കാരുടെ കൂലി പിടിച്ചു വെച്ച കൂലി സംസാരിക്കും. അങ്ങനെയെങ്കിൽ കർത്താവ് ഇന്ന് കാലം നീ അതിനോട് സംസാരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഈ സമയത്ത് കൺട്രോൾ ചെയ്യണം. കർത്താവ് സ്തോത്രം കൂടെ ഇരിക്കണം. അതിനെ പ്രാർത്ഥന സ്തോത്രം യേശു നാമത്തിൽ തന്നെ. പരിശുദ്ധാത്മാവ് രാവിലെ എന്നോട് ഇടപെട്ട വാക്യാണ് യോഹന്നാൻ വിശേഷം 11:4. യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് അവന്റെ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവരുടെ സഹോദരി ലാസറിനെ സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്നേഹിക്കുന്ന കുടുംബം ഹല്ലേലൂയ. ഇവിടെ ഈ ഒരുത്തൻ മറിയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമത്തിൽ ഞാൻ ലാസർ എന്ന ഒരു ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി അവന്റെ തലമുടി കൊണ്ട് അവന്റെ കാല് തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. സഹോദരിമാർ അവന്റെ അടുക്കൽ ആളായിട്ട് കർത്താവ് നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. അപ്പോൾ യേശു പറഞ്ഞു ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. ആകാശ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളിലും അവന്റെ വഴികൾ നമ്മുടെ വഴികളിലും ഉന്നതമായിരിക്കുന്നു. ഒരു സ്നേഹിച്ച ഭവനം അവരെ കൊണ്ട് ചേർന്ന് യേശുവിന് വേണ്ടി ചെയ്തു. ഹല്ലേലൂയ. ഹാലേലൂയ. മറിയ തലമുടി കൊണ്ട് തന്റെ കാൽ തുടച്ചു. അവരുടെ സഹോദരനായ ലാസറാണ് ദീനമായി കിടക്കുന്ന ആ ഭവനം യേശുവിന് പ്രിയപ്പെട്ട ഭവനം. പറയാണ് കർത്താവ് നിനക്ക് പ്രിയനായ ദീനമായി കിടക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനൊന്ന് അറിയാം. കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവിന് അറിയാം. അല്ലെങ്കിൽ ഫിലിപ്പോസിനോട് ചോദിച്ചു ഇവർക്ക് തിന്നാൻ കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് താൻ എന്ത് ചെയ്യുന്നുവെന്ന് താൻ അറിയുന്നു. താൻ എന്ത് ചെയ്യുന്നുവെന്ന് കർത്താവിന് അറിയാം. ഇതൊന്നും അറിയാതെ സംഭവിക്കുന്നതല്ല. പക്ഷെ ഈ വചനം എന്റെ ഉള്ളിൽ അങ്ങ് ഭയങ്കരമായിട്ട് കത്തി. ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് തന്നെ. ഈ വിഷയം നമ്മൾ കടന്നു പോകുന്ന ഈ വിഷയത്തിന്മേലെ ദൈവത്തിന്റെ ആത്മാവിന് ഒരു വലിയ പ്രവൃത്തി ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ അത് ആ മരിച്ച് അടക്കാൻ കൊണ്ടുപോയ ശവം അഞ്ചത്തിൽ കിടന്ന മകനെ അടക്കിയില്ല, തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി. പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ചില വിഷയങ്ങൾ അടക്കുമെന്ന് ഓർത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. ദൈവാത്മാവ് പറയുന്നു അടക്കത്തില്ല, ഇതിന് ജീവൻ വെപ്പിക്കും. അതിന് ജീവൻ അവന് ഇരിക്കേണ്ട സ്ഥാനത്ത് കൊണ്ട് ഇരുത്തി അവനെ. ഹല്ലേലൂയ. അവന്റെ ഭവനത്തിൽ അവന്റെ അമ്മയ്ക്ക് അവനെ തിരിച്ചു കൊടുത്തു. ക്രൂശ കിടന്ന കള്ളൻ അവൻ ജീവിതകാലം മുഴുവൻ നരകത്തിൽ പോകുന്നവർക്ക് ജീവിച്ചു. എന്നാൽ അവൻ ലാസ്റ്റ് മോമെന്റിൽ ഒരു സൂപ്പർ നാച്ചുറൽ അവിടെ വെളിപ്പെട്ടു. ഒരു സൂപ്പർ നാച്ചുറൽ നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുക ദിവസങ്ങളിൽ. ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവനാമം മഹത്വം എടുക്കാൻ പോവുക. പിന്നെ അവിടെ പറഞ്ഞു യേശു മാർത്തയെ അവളുടെ സഹോദരിയെ ലാസറിനെ സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്ന എന്ന് കേട്ടാറേ ഞാൻ ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. നമ്മുടെ സ്വഭാവമല്ല യേശുവിന്റെ സ്വഭാവം. നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു രോഗിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലണോ നമ്മുടെ ആഗ്രഹം, നമ്മുടെ സ്നേഹം കാണിക്കാൻ. അല്ലെ മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ആദ്യം ചെല്ലണോ നമ്മുടെ ആഗ്രഹം, കാരണം നമ്മുടെ സ്നേഹം കാണിക്കാൻ. എന്നാൽ കർത്താവ് നമ്മളെപ്പോലെ അല്ല. കർത്താവ് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഒന്നും ചെയ്യത്തില്ല. ഹല്ലേലൂയ. എന്റെ പിതാവ് പറയുന്ന മാത്രമേ കർത്താവ് ചെയ്യത്തുള്ളൂ. മനുഷ്യന്റെ സ്നേഹം, മനുഷ്യന്റെ അഭിപ്രായം ഒന്നും കർത്താവിന് വേണ്ട. ഹല്ലേലൂയ. അങ്ങനെ ആ ദീനമായി കിടക്കുന്ന
അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. നമുക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ ദീർഘിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. പക്ഷെ ദൈവം പറയുന്നത് നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ഭക്തന്മാരും ഒക്കെയാണ്. അതുകൊണ്ട് നമ്മൾ കഷ്ടത്തിൽ കൂടെ കടന്നു പോകും. കാരണം ദൈവത്തിന്റെ നാമം അവിടെ മഹത്വം എടുക്കണം. നമ്മൾ പോകുന്ന വിഷയങ്ങൾ ദൈവനാമം മഹത്വം എടുക്കാനായി തീരും. അല്ലെങ്കിൽ നമ്മൾ നസിക്കറാവാൻ, അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ദൈവമക്കളെ, നമ്മുടെ കണ്ണിന് പലതും മറിഞ്ഞിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ അവിടെ ഒരു വളവുണ്ടെങ്കിൽ നമുക്ക് തോന്നും ആ വഴി മുറിഞ്ഞു പോയെന്ന്. എന്നാൽ അല്ലെങ്കിൽ ആ വഴി മുറിഞ്ഞിട്ടില്ല, നമ്മുടെ കണ്ണിന് അത് മറിഞ്ഞിരിക്കുവാണ്. അല്ലെങ്കിൽ അപ്പുറത്തെ വഴി നീണ്ടു കിടപ്പുണ്ട്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെയാണ് ജീവിതവും. അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ ഓർക്കും എന്നോട് ദൈവം എന്നെ വിട്ടുപോയി, അല്ലെങ്കിൽ കർത്താവ് എന്നെ കാണുന്നില്ല എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് എപ്പോഴും. അതാണ് രാത്രിയിലും പകലിലും. സൂര്യനെ സൃഷ്ടിച്ചവൻ തന്നെയാണ് അല്ലെങ്കിൽ ഇരുട്ടും രാത്രിയും സൃഷ്ടിച്ചത്. രാവും പകലും സൃഷ്ടിച്ച ദൈവം നമ്മുടെ ദൈവം. രാത്രിയിൽ നമ്മളൊന്നും കാണുന്നില്ല, പകല് നമ്മളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ രാത്രിയിലൊന്നും കാണുന്നില്ലാത്തത് കൊണ്ട് അവിടെ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് നമ്മൾ ചിന്തിക്കരുത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ മടുക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ യേശു ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. അപ്പൊ നമ്മളോർത്ത് എന്താ കർത്താവ് ഇവരെ എത്ര സ്നേഹിച്ചിട്ട് എന്താ ഓടി വരാത്തെ? ഇതിന് ഓടി വരണ്ട. കർത്താവിന് എല്ലാത്തിനും സമയമുണ്ട്. ഒക്കെ സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പ്. നമ്മൾ പ്രാർത്ഥിക്കുവോ ഇല്ലയോ എന്ന് അറിയാനാ. നമ്മളെ വിശ്വാസം, അവനിലുള്ള വിശ്വാസം കുറയ്ക്കുവോ ഇല്ലയോ എന്ന് അറിയാൻ കർത്താവ് വെയിറ്റ് ചെയ്യും. നമ്മൾ അവനെ ഇനിയും കാത്തിരിക്കുമോ അതോ വിട്ട് കളയുമോ എന്ന് അറിയാൻ വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യും. അല്ലല്ലോ, ആ വെയിറ്റ് ചെയ്യുന്നത് നന്നയ്ക്കാ. ഇന്നലെ പറഞ്ഞ ആ ഭാഗം വീണ്ടും എൻ്റെ ഹൃദയത്തിൽ വരുന്നു. ആ ഫറവോൻ ഓർത്ത് ഇവർ കുടുങ്ങിപ്പോയെന്ന് കർത്താവ് അത് അനുവദിച്ചതാ. നിങ്ങൾ പൊക്കോ, ചെങ്കടലിന്റെ തീരത്ത് പോയി ക്യാമ്പടിച്ചോ ഹാലിൽ. എന്നാല് ഫറവോൻ അത് കേട്ടു. ഇവരവിടെ കുടുങ്ങിയിരിക്കാന്ന് ഫറവോൻ ചിന്തിച്ചു. ഇത് നല്ല അവസരം, ഇവരെ അറ്റാക്ക് ചെയ്യുക. ദൈവത്തെ പിശാചിന് ഇങ്ങനെ ഓരോ തോന്നലൊക്കെ തോന്നും. അല്ലെങ്കിൽ എന്നാലും ദൈവം അവനെ തോന്നിക്കുന്ന കാരണം ദൈവനാമം അവിടെ മഹത്വം എടുക്കണം. ഒരു ഹാമാന് തോന്നി ഇവർ ചുരുക്കം പേരേ ഉള്ളൂ, ഇവിടെ അവിടെ ഇവിടെയൊക്കെ ചെതറിക്കിടക്കുക, ആകെപ്പാടെ 2-3 പേരേ ഉള്ളൂ. അവരുടെ പ്രമാണമൊക്കെ രാജാവിന്റെ പ്രമാണങ്ങളെക്കാട്ടി വ്യത്യാസമാണ്. എന്നാൽ ഇവനെ ഈസി ആയിട്ട് കൊല്ലാം. കാരണം ഇവരെ ഡിഫെൻഡ് ചെയ്യാൻ ആരുമില്ല, ഇവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലെന്ന് അവർ ചിന്തിച്ച ദൈവമക്കളെ, നമ്മളൊരു ഹെൽപ്ലെസ് സിറ്റുവേഷനിൽ പിശാചിന് തോന്നും. ദൈവത്തിന്റെ മക്കള് യേശു ക്രൂശിൽ കിടന്നപ്പോഴും പിശാചിന് തോന്നി ആകാശഭൂമി മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടിതാവ് ഹല്ലേലൂയ. ഇവൻ ആകാശത്തിന് ഭൂമിക്ക് മധ്യേ 3 ആളുകളെ തൂങ്ങിക്കിടന്നപ്പോൾ പിശാചിന് തോന്നി ഹി ഈസ് ഹെൽപ്ലെസ്. അവൻ പറഞ്ഞു, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് കൂടെ മനുഷ്യക്കേറ്റപ്പോൾ അവന് നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനമാത്രമായും രോഗം ശീലിച്ചവനായും ഒക്കെ ഇരുന്നപ്പോൾ അവരോർത്ത് ഹീസ് ഹെൽപ്ലെസ് എന്നാൽ ദൈവത്തിൽ അവൻ ഹെൽപ്ലെസ് ആയിട്ടല്ല. ഹല്ലേലൂയ. നമ്മളെ എന്നെയും നിന്നെയും ഇവർ നിത്യത കൊണ്ടെത്തിക്കുവാൻ ഈ കർത്താവ് ഹെൽപ്ലെസ് ആക്കി കാണിച്ചു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിനോട് അപേക്ഷിച്ചാൽ 12 ലഗ്യോനിലധികം ദൂതന്മാരെ അയച്ചു തരും. അത്രയും അധികാരമുള്ളവൻ ഭൂമിയുടെ മേലെ ഇവർ അധികാരമുള്ളവൻ, മരണത്തിന്മേൽ അധികാരമുള്ളവൻ, പാതാളത്തിന്മേൽ അധികാരമുള്ളവൻ, പിശാചിക്കയുടെ മേൽ അധികാരമുള്ളവൻ, അന്ധകാര ശക്തിയുടെ മേൽ അധികാരമുള്ളവൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവന്റെ മേൽ അധികാരമുള്ളവൻ. ഹല്ലേലൂയ. ആകാശത്തിനും ഭൂമിക്കും മധ്യേ 3 ആണികളാൽ ഇവർ അവരെ ക്രൂശിൽ തൂങ്ങിക്കിടന്നപ്പോൾ ജനമോർത്തു ഹി ഈസ് ഹെൽപ്ലെസ്. അവർ പറയുന്നത് ഹല്ലേലൂയ. ഇവിടെ ലാസറിന്റെ കല്ലറയ്ക്ക് വന്നപ്പോൾ അവർ പറയുന്നുണ്ട്, കുരുടന്റെ കണ്ണ് തുറന്ന് ഇവന് ഹല്ലേലൂയ ഈ ലാസറിനെ മരിക്കാതെ ജീവിപ്പിക്കാൻ, മരിക്കാതെ അവന് സൗഖ്യം കൊടുക്കാൻ കഴിയുമായിരുന്നില്ലയോ? അല്ലെങ്കിൽ അതുപോലെ തന്നെ യേശു ക്രൂശിൽ കിടന്നപ്പോൾ അവർ പറയുന്നുണ്ട്, നിലവിലെ തന്നെ പലരെയും രക്ഷിച്ചു, ഇവന് തന്നെ രക്ഷിക്കാൻ വഹിയ. ഇവന്റെ പിതാവ് ഹല്ലേലൂയ ഏലിയാവ് ഇവനെ രക്ഷിക്കാൻ വരുമോ എന്ന് നോക്കട്ടെ എന്ന്. ഹല്ലേലൂയ. എന്നൊക്കെ മനുഷ്യർ പറഞ്ഞു യേശുവിനെ കളിയാക്കി. ഹല്ലേലൂയ. പക്ഷേ ചിലപ്പോൾ കർത്താവ് നമ്മളെ ഹെൽപ്ലെസ് സിറ്റുവേഷനിലേക്ക് ആക്കി കൊണ്ടുവരും. ഹല്ലേലൂയ. ഒരു ദാനിയേലിനെ ഇവരുടെ ശദ്രക് മേശക്ക് അബേദ്നെഗോവിന്റെ കൈയും കാലും കെട്ടി അവനെ തീച്ചുറയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഹല്ലേലൂയ മനുഷ്യർ ഓർത്തു അവനെ സഹായിക്കാൻ ആരുമില്ല. എന്നാൽ ദൈവമക്കളെ ആകാശഭൂമി ഉണ്ടാക്കിയ ദൈവത്തിന്റെ വകയാണ് നമ്മള്. ഹല്ലേലൂയ. നമ്മളെ തൊട്ട് കളിച്ചാൽ ദൈവം അവിടെ ഇടപെടും. എന്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്.
അവൻ ആരെയും സമ്മതിച്ചില്ല. അവരെ ഉപദ്രവിപ്പാൻ ദേശത്തുനിന്ന് മറ്റു ദേശത്തേക്ക് അവരെ തൊടുവാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. ദൈവത്തിലെ അതാണ് നമ്മൾ ദൈവത്തിന്റെ വകയാ. നമ്മൾ ദൈവത്തിന്റെ വകയാ. നാം ദൈവത്തിന്റെ ഭക്തിയോടെ ജീവിക്കുമ്പോൾ അവന്റെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ തൊടാൻ അവൻ ആരെ സമ്മതിക്കത്തില്ല. അവൻ ദൈവമായിട്ട് നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ദൈവത്തിന്റെ ഈ ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ യഹോവ എന്ന് അവരറിയും, ഞാൻ യഹോവ എന്ന് അവരറിയും, ദൈവമെന്ന് അവരറിയും. ഇലക്ഷന്റെ ദിവസം എന്നോട് ദൈവന്മാർ പറഞ്ഞു, ആദ്യമൊക്കെ ഇങ്ങനെ കാണും, എന്നാൽ അവസാനം ഒരു സൂപ്പർ നാച്ചുറൽ വെളിപ്പെട്ടു വരും. വെളിപ്പെട്ടു ദൈവം അവിടെ ഇടപെടും എന്ന് പറഞ്ഞു. മനുഷ്യന്റെ കഴിവെല്ലാം അസ്ഥാനത്താകും, മരിക്കും, മരിക്കും, നാറ്റം വെക്കും, 4 ദിവസമാകും. എന്നാൽ 4ാം ദിവസം ഒരു സൂപ്പർ നാച്ചുറൽ വെളിപ്പെട്ടു. ന്യൂസിൽ പറയുന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്, അതൊന്നും ചിന്തിച്ചുകൊണ്ട് നടക്കരുത്. അതാ ഇന്നലെ പറഞ്ഞത്. ആ വിധവയോട് പറഞ്ഞു, നീ മുറിക്കകത്ത് കയറി കഥ കിടക്കണം. അവരും ഇവരും പറയുന്നത് നീ പറഞ്ഞുകൊണ്ട് നടക്കരുത്. ആത്മാവിന്റെ എണ്ണ പകരണം, ആത്മാവിന്റെ എണ്ണ പകരണം. അതിനെ കഥ കിടക്കുന്നു. ഐ ഗേറ്റ്, ഇയർ ഗേറ്റ്, മൈൻഡ് ഗേറ്റ് എല്ലാം അടയ്ക്കണം. അപ്പോൾ നീ അവരും പറഞ്ഞുകൊണ്ട് നടക്കും. അതിനല്ല പ്രാർത്ഥന കയറി ദൈവ ശബ്ദം കേൾക്കണം, ദൈവ പ്രവർത്തിക്കും. കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവിടെ പകരാൻ തുടങ്ങും. ദൈവ ശബ്ദം ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ട് നടക്കണം, വാർത്തകൾ പറഞ്ഞുകൊണ്ട് നടക്കണം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ടി വി കൂടെ പല നോൺസെൻസും പറയും. അത് കേട്ട് അത് വിളിച്ചു പറയാനല്ല നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത്. അത് പിശാചിന്റെ കള്ളത്തരം പറയാനല്ല. പറയുന്നു, മരിക്കില്ല, ജീവനായിരുന്നു പ്രവർത്തികളെ വർണ്ണിക്കും. അപ്പോഴേ ഹാമാനൊരു സന്തോഷം. ഇവരെ കണ്ടപ്പോൾ ഇവർ അവിടെ ഇവിടെയൊക്കെ ചെതറിക്കിടക്കുന്നു. രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളെ ജാതികൾ ഇതിനൊരു ജാതി ചിന്നി ചെതറിക്കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളോട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർ രാജാവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നുമില്ല. അതുകൊണ്ട് അവർ അങ്ങനെ വിടുന്ന രാജാവിന് യോഗ്യമല്ല. രാജാവിന് സമ്മതമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കേണ്ടതിന് സന്ദേശം എഴുതി അയക്കണം. എന്നാൽ ഞാൻ കാര്യവിചാരമാരുടെ കയ്യിൽ 10,000 താലന്ത് വെള്ളി രാജാവിന്റെ ഭണ്ഡാരത്തിന് കൊടുത്തേക്കാം. അപ്പൊ രാജാവ് തന്റെ മോതിരം, അത് എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം. അപ്പൊ രാജാവ് തന്റെ മോതിരം കഴിയുന്ന ഊരി ആഗാഗിന്റെ ഹംദാദിയുടെ മകനായ യഹൂദന്മാരുടെ ശത്രു ഹാമാന് കൊടുത്തു. രാജാവ് ഹാമാനോട്, ഞാൻ ആ വലിയ ജാതിയെ നിനക്ക് ദാനം ചെയ്ത് ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. റമാൻ എത്തിക്കല ദൈവത്തിലെ പിശാച് ഇങ്ങനെ നമ്മൾ അല്പം അല്ലെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ കഴിവില്ലാത്തവരാണ് പിശാചിനെ തോന്നുമ്പോൾ അവർ ഒരു ചെറിയ ജാതി അവരുടെ ചെതറിക്കിടക്കുക, അവർക്ക് കഴിവില്ലെന്ന് ഹാമാൻ തോന്നൽ തോന്നി. ഇവർക്ക് തന്നെ അവർക്ക് തന്നെ ഡിഫൻഡ് കഴിയത്തില്ലെന്നൊരു ചിന്ത ഹാമാനെ ഭരിച്ചു. ഹിമാനസിക്കര അതുകൊണ്ട് ഹിമാനസിക്കര അവന് ഹല്ലേലൂയ ആ രാജാവിന്റെ മോതിരെടുത്ത് രാജാവിന് അങ്ങോട്ട് പണം കൊടുത്ത് ഹല്ലേലൂയ. അതാണ് വിക്കറ്റ്നസ്, അതാണ് ദുഷ്ടത. ഹിമാനസിക്കര സത്യസന്ധമായ ഒരു ജനം ജീവിക്കുമ്പോൾ അവർക്കെതിരെ ദുഷ്ടത പകഞ്ഞുണ്ടാക്കുവാൻ ഹല്ലേലൂയ ഇമാനെ പണം കൊടുത്ത് അവർക്കെതിരെ പരിപാടി ഒപ്പിച്ചു. എന്നാൽ അവന് എഴുതി അയച്ചു. ആധാർ മാസം, അതായത് യഹൂദന്മാരുടെ കലണ്ടറിലെ ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി ഇവരെ തന്നെ സകല യഹൂദന്മാരെ ആലവൃത്ത കുഞ്ഞുങ്ങളുടെ സ്ത്രീകളെ കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവകൾ കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വെച്ച് എഴുത്തയച്ചു. ദൈവത്തിലെ എത്ര സ്ട്രാറ്റജിക്കായിട്ടാണ് പിശാചിലൂടെ പ്ലാൻ ചെയ്യുന്നത്. അവൻ പൈസ കൊടുക്കുന്നു. യേശു മരിച്ചപ്പോഴാണ് കല്ലറ കാക്കാൻ ഇതിന് കട്ടോണ്ട് പോയെന്ന് കള്ളം പറയാൻ വേണ്ടി പൈസ കൊടുത്തു. ഇവിടെയും രാജാവിന് അങ്ങോട്ട് പൈസ കൊടുക്കും. ഹാമാൻ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് രാജാവിന്റെ മുദ്രമോദ്ര എടുത്ത് അവൻ ഒപ്പിടുക. 1-ാം മാസം 12-ാം തീയതി അവൻ ഒപ്പിടുകയാണ്. 12-ാം മാസം 13-ാം തീയതി ജനം ഒരുങ്ങിയിരിക്കണമെന്ന്. അല്ലെങ്കിൽ അതായത് 7-ാം മാസത്തിൽ അഹശ്വേരോശ് രാജാവിന്റെ 12-ാം ആണ്ട് നീസാൻ മാസമായ 1-ാം മാസത്തിൽ അവൻ ആധാരമുള്ള 12-ാം മാസം വരെയുള്ള ഓരോ ദിവസം ഓരോ മാസത്തെ കുറിച്ച് രാമായണം വിളിച്ച് പൂരെന്ന ചീട്ടിട്ട് നോക്കി. അപ്പൊ എന്നിവരെ കൊല്ലണമെന്ന് അവർ ചീട്ടിടുക. ഇത് സംഭവിക്കുന്നത് 1-ാം മാസം 12-ാം നീസാൻ മാസമായ 1-ാം മാസം അല്ലെങ്കിൽ 12-ാം തീയതി അവർ ഇത് ചീട്ടിടുകയാണ്. അല്ലെങ്കിൽ എന്നിട്ട് അവർക്ക് ചീട്ട് വീണത് 12-ാം മാസം 13-ാം തീയതി. ആ 12-ാം മാസം 13-ാം തീയതി ചീട്ട് വീണത് കൊണ്ട് ആ വിമാനത്തെ പൂരെന്ന ചീട്ടിട്ടിട്ട് ആ ദിവസത്തേക്ക് യഹൂദന്മാരെല്ലാം മരിക്കാൻ ഒരുങ്ങിയിരിക്കണമെന്ന്. അവർക്കറിയത്തില്ല ഈ ജനം ആരുടെ വകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴിയിലെ ഞാനും നീയും സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന്റെ വകയാണ്. നമ്മളെ തൊട്ട് കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 11
105:11-15 വരെ. നിന്റെ അവകാശത്തിന്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരുമെന്ന് അരുളി ചെയ്തു. അവർ എന്ന എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു. അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കലേക്ക്, ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിന്റെ അടുക്കലേക്കും പോകും. അവരെ പീഡിപ്പിക്കാൻ ആരെയും സമ്മതിച്ചില്ല. അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു. എന്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും വരുത്തരുത്, ഒരു ദോഷവും ചെയ്യരുതെന്ന് പറഞ്ഞു. ഇന്ന് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രവചനം എവിടെയായെന്ന്. ദൈവത്തെ ചോദ്യം ചെയ്യുന്ന പരിപാടിയാണ്. ദൈവത്തെ അവർ ചോദ്യം ചെയ്യുന്നത്. ദൈവം പറഞ്ഞതിനെ അവർ ചോദ്യം ചെയ്യുക. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എന്നോട് പറയാണ്, എന്റെ ഭക്തന്മാർക്ക് വേണ്ടി എന്റെ കരം വെളിപ്പെടും, എന്റെ ഭക്തന്മാർക്ക് വേണ്ടി എന്റെ കരം വെളിപ്പെടും. 66 പറയുന്നു, ഇവിടെ കൈ തന്റെ ദാസ് 66:14 യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ശത്രുക്കളോട് അവൻ ക്രോധം കാണിക്കും. യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടും എന്റെ ശാസന അഗ്നി ജ്വാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും. അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ഇരിക്കും. യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും അതിലെ ജലത്തോടും വ്യവഹരിക്കും. അവരുടെ നിഗതങ്ങൾ വളരെയായിരിക്കും. അതുകൊണ്ട് നമുക്കെ ദൈവത്തിന്റെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. നമ്മുടെ ഭുജൻ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടാൻ പോവുക. നമ്മുടെ പ്രത്യാശയറ്റവരായി വിമാനസിക്ക് ലഭിക്കരുത്. വിമാനസിക്ക് പറഞ്ഞു നടക്കരുത്. ഒരു മാനസികര ദൈവത്തിന്റെ വചനം പറയണം. ോട് പറഞ്ഞതുപോലെ ശാസ്ത്രീയോട് നിങ്ങൾ മറുപടി പറയരുത്, മിണ്ടരുത്. നമ്മുടെ എഴുത്ത് ആലെത്തിക്കൊണ്ട് വിടാത്തി പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് കാര്യമുള്ളത് ദൈവത്തോടാ, നമുക്ക് കാര്യമുള്ളത് ദൈവത്തോടാ. നമ്മുടെ പിതാവ് നമ്മുടെ ദൈവമാ. അവൻ നമുക്ക് വേണ്ടി വ്യവഹരിക്കും, അവൻ നമുക്ക് വേണ്ടി വ്യവഹാരം നടത്തും. ഓരോമാൻ അധിപതി അങ്ങനെ നമുക്കറിയാം. ഈ ഹാമാൻ അല്ലെങ്കിൽ എഴുത്തെഴുതി എല്ലാവർക്കും അയച്ചു. പാവൻ ജനങ്ങൾ ഹല്ലേലൂയ. ഓരോ മാനസികര 15-ാം വാക്യത്തിൽ പറയുന്നു, അഞ്ചൽക്കാർ രാജകൽപ്പന പ്രമാണത്തിൽ പുറപ്പെട്ടു പോയി ശൂഷൻ രാജധാനിയില്ല തീർന്ന് പരസ്യം ചെയ്തു. രാജാവ് ഹാമാനും കുടിപ്പാനിരുന്നു. ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി. ദൈവങ്ങളെ കലങ്ങിയ ഒരു ശൂഷൻ പട്ടണം. ഹല്ലേലൂയ. ആർക്കാ സന്തോഷിക്കാൻ പറ്റുന്നത്? മാനസികര ഇന്നാരെ എല്ലാം കൊന്നു കളയണമെന്ന് പറഞ്ഞു. ഓരോ മാനസികര ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനത്തെ വേറെ ആരുമല്ല, ദൈവ ജനത്തെ കൊന്നു കളയണമെന്ന് എഴുതി ഇവരെ വീടാൻ തോറും മെയിൽമാന്റെ കയ്യിൽ കൊടുത്തു വിട്ടേക്കാം. അഞ്ചക്കാര് മെയിൽമാൻ എന്നിട്ട് ഇവിടെ രാജാവും ആമാനും കുടിപ്പാനിരുന്നു. കരുണയില്ലാത്തവർ, ദയയില്ലാത്തവർ. പിശാചിന് ഒരു ദയയില്ല. ദൈവജനത്തെ കൊന്നു കുടിക്കാൻ അവൻ പ്ലാൻ ചെയ്യുന്നു. ഒട്ടിപ്പാനോ അറിപ്പാനോ മുടിപ്പാനോ അല്ലാതെ കല വരുന്നില്ല. എന്നാൽ ജീവൻ നൽകാൻ സമൃദ്ധിയെ ജീവൻ നൽകാൻ ഒത്തിരി കർത്താവ് വന്നത് ദൈവത്തിന്റെ കരം നമ്മുടെ ദാസന്മാർക്ക് വെളിപ്പെടും. ഈ ദിവസങ്ങളിൽ നാം ദൈവപ്രവൃത്തി കാണാൻ പോവാന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. കാരണം കുടിപ്പോയെന്ന് പറഞ്ഞ പറവാൻ പറഞ്ഞു അവര് ചെങ്കടലിന്റെ തീരത്ത് കുടുങ്ങിയെന്ന്. അവര് ഭയങ്കര ഇവരെ വിശ്വാസപ്പെട്ട 600 ജനം കെട്ടിച്ച് അല്ലെങ്കിൽ ജനത്തിന്റെ പുറകെ പോവുക. പാവം പിടിച്ച ജനം. അല്ലെങ്കിൽ അവർ ഇത്രയും നാളെ അടിമപ്പണി ചെയ്ത് വിമാനം ഒരു സ്വാതന്ത്ര്യം കിട്ടിയല്ലോ എന്നോർത്ത് വീട്ടിൽ നിന്നല്ല ഇറങ്ങി ജീവനമക്കളെ ഇവർ രക്തമടയാളമായ ഭവനത്തിൽ സർവ്വദൂതം കടക്കത്തില്ല. എത്ര ചെങ്കടലിന്റെ തീരത്തായാലും രക്തമടയാളമായിട്ട് നമ്മുടെ ദേഹത്തുണ്ടോ, നമ്മുടെ ജീവിതത്തിലുണ്ടോ, സമുദായ ദൂരങ്ങൾ നമ്മളെ തൊടാൻ പറ്റത്തില്ല. നശിക്കരം വിശേഷപ്പെട്ട 600 സകല ജനങ്ങൾക്ക് വേണ്ടത് തൊഴിലാളികളെ കൂട്ടി യഹോവ മിസ്രിനായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കി. കണ്ടോ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവല്ല കർത്താവ് പറയുന്നത്. ദൈവത്തിന്റെ ഭൂജാത്തിന്റെ ദാസന്മാർക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. ചെങ്കടലിന്റെ നടുവിൽ നശിച്ച് നമ്മളോർക്ക് ഇവര് ഇത്രയായിട്ടും എന്റെ പുറകെ വരുവാണല്ലോ, ഇത്രയായിട്ട് ഈ പിശാചുക്കളെന്റെ പുറകെ വരുവാണല്ലോ എന്ന് നമ്മളാണല്ലോ അങ്ങനെ ചിന്തിക്കും. കാരണം നമ്മളൊന്നും കാണുന്നില്ല. ദൈവം മുന്നും പിന്നും അടച്ചൊരു പറവോനെ കൊണ്ട ചെങ്കടലിൽ മുക്കാല ദൈവത്തിന്റെ പദ്ധതി. പക്ഷെ ഇരയില്ലാതെ ഇരയില്ലാതെ വരത്തില്ല. ഇസ്രായേൽ ജനം പറവന്റെ ഇരയാണ്. ദൈവം അവർക്ക് വേണ്ടി വഴി തുറന്നു കൊടുത്തപ്പോൾ പറവനൊരു സന്ദേശം, അയ്യോ ഇവരെ പുറകെ എനിക്കും പോകാം, ഇവരെ നല്ല അവസരം, ഇവരെ ശരിയാക്കാനുള്ള അവസരം, ഇവരെ എന്റെ കയ്യിൽ രക്ഷപ്പെടാമെന്ന് ഓർത്ത് ഇവരെ ഓടി അവിടെ രാജയുടെ ചെങ്ങടയുടെ നടുവിൽ രണ്ടുപേർക്ക് ഓടുക. പക്ഷേ പ്രസാദയാമത്ത് ദൈവത്തെ 4 യാമങ്ങളിൽ 4 യാമങ്ങളിൽ കഷ്ടതയാണ്. എന്നാൽ 3 യാമങ്ങളിൽ കഷ്ടതയാണ്. 4-ാം യാമം ആണ് പ്രഭാതയാമം.
ഓ രമാനസിക്കര ഹാലേലിയ. 4-ാം യാമത്തിൽ ദൈവം ഇറങ്ങി വരും. എപ്പോഴും നമ്മൾ വചനത്തിൽ മുഴുവൻ വായിക്കുമ്പോഴും നമ്മൾ കാണും പ്രഭാത യാമത്തിൽ ദൈവം പ്രവർത്തിച്ചു. ഒരു യാക്കോബ് രാത്രി മുഴുവൻ ദൂതനോട് തല്ലി പിടിച്ചു. പ്രഭാത യാമത്തിൽ ദൈവം അവന് വേണ്ടി ഇറങ്ങി വന്നു. ഹിമാനസിക്കര നേരം വെളുക്കുന്നു, ഉഷസാകുന്നു, ഉഷസുദിക്കുന്നുവല്ലോ, എന്നെ വിടില്ലാന്ന് ദൂതം പറഞ്ഞപ്പോഴും അതിൽ യാക്കോബ് പറഞ്ഞു, നോ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അങ്ങനെ ആ പ്രഭാത യാമത്തിൽ ഒരു യാക്കോബിന്റെ പേര് മാറ്റി ദൈവം അവനെ അനുഗ്രഹിച്ചു. ഒരു യേശാവിന്റെ നേരെ നിൽക്കാനുള്ള ശക്തി കൊടുത്തു. ഹിമാനസിക്കര അവിടുത്തെ അവന്റെ വിചാരിച്ച് കുന്നം മുറിച്ച് ജനങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ദൈവം എഴുന്നേൽക്കും. രമാനസിക്കര അതാണ് വേദപുസ്തകം മുഴുവൻ. ദൈവം അങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. നമ്മൾ കഷ്ടതയോടെ പോകുമെന്നാൽ അതിന്റെ അന്ത്യം ഒരു സന്തോഷമായി മാറും. സന്ധ്യകൾ കരച്ചിലൊന്ന് രാപ്പാർക്കും ഉഷസിലോ ആനന്ദ ഘോഷം വരും. രമാനസിക്കര സന്ധ്യകൾ കരച്ചിലൊന്ന് രാപ്പാർക്കും ഉഷസിലോ ആനന്ദ ഘോഷം വരും. അങ്ങനെ ദൈവം ഹിമാനസിക്കര അവനെ കൊണ്ട് നടുക്ക് ചെങ്കടലിന്റെ നടുക്ക് പറവന്റെ സൈന്യത്തെ കൊണ്ട് ചെങ്കടലിന്റെ നടുക്ക് വെച്ചപ്പോഴത്തേക്കും ജനം അപ്പുറത്ത് കടന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. അത് ആ എക്സോഡസ് പുറപ്പാട് ദിവസം 14-24 എന്ന് വായിക്കാം. 23-24. പറവന്റെ മിസ്രൈമിൽ പിന്തുടർന്നു. പറവന്റെ കുതിരപ്പടമെല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ സ്തംഭത്തിന് മിസ്രൈമ സൈന്യത്തെ നോക്കി മിസ്രൈമ സൈന്യത്തെ താറുമാറാക്കി. അവരുടെ ചക്രങ്ങളെ കയറ്റിട്ട് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രൈമർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം. യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമിനോട് യുദ്ധം ചെയ്യുന്നു. ദൈവമക്കളെ, യുദ്ധം യഹോവയ്ക്കുള്ള. ദൈവം നമ്മുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യും. കർത്താവ് പറയുന്നത് കൈനീട്ടുക, കടലിന്മേൽ കൈനീട്ടുക, കടലിന്മേൽ കൈനീട്ടുക. 13-ാം വാക്യം പുറപ്പാട് 14-13 പറയുന്നു, അതിന് മോശം ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനുള്ള രക്ഷ കണ്ടുകൊള്ളുക. നിങ്ങളൊന്ന് കണ്ടിട്ടുള്ള ഒരാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിക്കും. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സമയമാണിത്. കർത്താവ് ഈ ദിവസങ്ങളിൽ ആരും ധൈര്യപ്പെട്ടു പോകരുത്, ആരും നിരാശപ്പെടരുത്. ഈ സത്തര ടി-വിക്കാർ വിളിച്ച് പറയരുത്. ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുക, ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുക. ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചെതിരിപ്പോകും. ആ ദൈവം എഴുന്നേൽക്കുന്ന ശത്രുക്കൾ ചെതിരിപ്പോകുന്നു. മെഴുകുരുന്ന പോലെ വിമാനസിക്കരവന്റെ ശത്രുക്കൾ ഉരുകിപ്പോകുന്നു. നിന്റെ ശത്രുക്കളെ പതറിക്കുന്നു. എന്നൊക്കെ ഇന്ന് കാണുന്ന മിസ്ലിം നാളെ കാണത്തില്ല. മോശ കടലിനെ കൈനീട്ടി ഉയർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മാറി. അവർ ഒരിക്കലും ഓർത്തില്ല ഈ കടലിൽ തിരിച്ചു വരും. കാരണം 2 സൈഡിലും മതിൽ പോലെ വെള്ളം മതിൽ പോലെ തന്റെ ജനത്തിന് വേണ്ടി നിൽക്കുകയാണ്. മിസ്ലിമിനെ ഓർത്തില്ല ദൈവം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്. ഹിമാലസിക്കർ അവർ തന്നെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്ലിമർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം, യഹോവ അവർക്ക് വേണ്ടി മിസ്ലിമിനോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ജീവിതത്തിന്റെ അന്ത്യം അടുത്തപ്പോൾ അവർ പറയാണ്, ഇത്രയും നാളും ദൈവത്തിന്റെ ആത്മാവ് ഒരുപാട് ഇടപെട്ടിട്ട് അത്ഭുതങ്ങളിലൂടെ ഇവർ അവരുടെ ആദിജാതനെ കൊന്നിട്ടും അവർക്ക് മനസ്സിലായില്ല. ചെങ്കടലിന്റെ നടുവിൽ വെച്ച് അവർ പറയുകയാണ്, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. കർത്താവ് ഈ ദിവസങ്ങളെ വിമാനസിക്കര പറയിപ്പിക്കും. എന്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഉണ്ടാക്കി കഴിവരത്തിന്റെ തൂക്കിയ ദൈവം ഒന്നും വേണ്ട. ഇവാളെ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ നമ്മൾ നോക്കും. അങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. ദൈവം ഒന്നും അല്ല പ്രവർത്തിക്കുന്നു. ഹിമാനസിക്കൽ കാറ്റും കാണത്തില്ല, മഴയും കാണത്തില്ല. അവനും കലവില്ലാതെ വാതിലില്ലാതെ അകത്തോരാ. അല്ലെങ്കിൽ ഹിമാനസിക്കൽ മരിച്ചു ദ്രവിച്ച ലാസറിനെ വെളിക്കൊണ്ടുവരും. കർത്താവ് 4 ദിവസമായി മാറ്റം വെച്ചു. ഹിമാനസ് വീണ്ടും ആ യോഗജ്ഞാനത്തിന് ശേഷം അതിന് ദൈവം ഇടപെട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഹിമാനസിക്ക് ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ ബഹുത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ ബഹുത്വത്തിനായിട്ട് എന്ന് പറഞ്ഞു. യേശു മാർത്തിയുടെ സഹോദരി ലാസറിനെ സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു കേട്ടാറ്. താനും ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. ദൈവം എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് നമ്മളെ പഠിപ്പിക്കുക. പടക്കൂട്ടരെ താങ്ങിയല്ലോ എന്റെ ദൈവത്തെ ഞാൻ തിരിച്ചാടി കടക്കും. പിന്നെ വന്ന് ഇവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. 11:11 പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം അതൊന്ന് വായിക്കണേ. യോഹന്നാന്റെ സുവിശേഷം 11 തൊട്ട് 16 വരെ. യോഹന്നാന്റെ സുവിശേഷം 11 തൊട്ട് 16 വരെ. അവർ നമ്മുടെ സ്നേഹിതനായ എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നുവെന്ന് അവരോട് പറഞ്ഞു. അവനോട് കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരുമെന്ന് പറഞ്ഞു.
പറഞ്ഞത്. ഉറക്കമെന്ന നിദ്രയെ കുറിച്ച് പറഞ്ഞതെന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാഞ്ഞത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. എന്നാൽ നാം അവന്റെ അടുക്കൽ പോകാം എന്ന് പറഞ്ഞ് ദീദിമോസ് പേരുള്ള തോമസ് ശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് പറഞ്ഞു. അത് മതി. അപ്പൊ ഇവിടെ കർത്താവ് പറയാൻ ഇവരുടെ അഭിപ്രായം അറിയാൻ യേശു പറഞ്ഞു, ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു അവരോട് പറഞ്ഞു. ശിഷ്യന്മാർ കർത്താവെ അവൻ നിദ്ര കൊള്ളുന്നെങ്കിൽ അവന് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായില്ല യേശു എന്താ പറഞ്ഞത്. അപ്പോൾ യേശു അവന്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്, ഉറക്കെന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് ലാസർ മരിച്ചുപോയി. അപ്പൊ നമ്മൾ ചിന്തിക്കും, യേശു പറഞ്ഞില്ലേ ലാസർ മരിക്കത്തില്ലെന്ന്, ഈ ദിനം മരണത്തിനായിട്ടല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇപ്പൊ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ, ഈ ദിനം മരണത്തിനായിട്ടല്ലെന്ന് പറഞ്ഞില്ല, പിന്നെ ലാസർ മരിച്ചത്. നമ്മൾ ആ സിറ്റുവേഷനിലാണ് നമ്മൾ ചിന്തിക്കത്തില്ലേ, പറയത്തില്ലേ, മനുഷ്യരോട് ചോദിക്കത്തില്ലേ, ഇതാണ് ഈ സാഹചര്യത്തില് നടക്കാൻ പോകുന്ന ഇതാ അല്ലേലിയ. കർത്താവ് അവൻ ശരിക്കും മരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു 4 ദിവസം. മരിക്കുന്ന ഇനി ആർക്കും ഒരു സംശയമില്ല, മരിച്ചോ ഇല്ലയെന്ന് ആർക്കും സംശയമില്ല. അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. അപ്പൊ ഇത് വായിച്ചപ്പോ ദൈവാത്മാവോട് പറഞ്ഞു, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം ഇങ്ങനെയാ. മനുഷ്യരെല്ലാം ചോദിക്കുക, ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞില്ലേ, എന്തായി പ്രവാചകന്മാർ പറഞ്ഞില്ലേ, എന്നിട്ടെന്തായി? ഈ സാഹചര്യത്തിൽ നമ്മളിപ്പോ കടന്നു പോകുന്നു. യേശുവല്ലേ പറഞ്ഞത്, യേശുവിന്റെ വായി തന്നെയല്ല കേട്ട്, ഈ ദിനം മരണത്തിനായിട്ടല്ല. എന്താ ഇപ്പൊ എന്താ കാണിച്ചത്? ഇതാണ് ലാസർ മരിച്ചു, അടക്കി കല്ലറയിൽ ഇരിക്കുക, ഇത്ര ദിവസമായി. ഇനിയിപ്പോ ഒരു പ്രതീക്ഷയില്ല ആർക്കും. ഹല്ലേലൂയ. ഒരു പ്രതീക്ഷയില്ല. കർത്താവ് ആ പ്രതീക്ഷ അറ്റുപോകാൻ വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുക. മാനുഷികമായ എല്ലാ പ്രതീക്ഷയും അസ്തമിക്കാൻ വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുക. രസിക്കണം. നമുക്കൊരു ഓരോ ചിന്തകളൊക്കെ, ആ ചിന്തയെല്ലാം രസിക്കണം, ആ മരിക്കണം. അതിനുവേണ്ടി മാനുഷികമായ ഒന്നും ഇതിനകത്ത് ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യാണ്. കാരണം ആ ലക്ഷത്തെ ദിവസം ദൈവം അങ്ങനെ എന്നോട് കാണിച്ചു. ഇത് മുഴുവൻ നമ്മളെല്ലാം താഴോട്ട് പോയപ്പോൾ കർത്താവ് എന്നോട് പറയുക, ഷബാനസിക്ക് ഒന്നും പേടിക്കണ്ട, ഞാൻ അവസാനം ഒരു സൂപ്പർ നാച്ച് വെളിപ്പെടുന്നു, എന്റെ ദൂതൻ ഇറങ്ങുമെന്ന് അവസാന മോമെന്റ് 4 ദിവസം ഷിബാനസിക്കര നാറ്റം വെക്കുന്ന ദിവസത്തിൽ ദൂതനിറങ്ങും. ദൈവം തന്നെ കല്ലറയ്ക്ക് വരും, പൊക്കിയെടുക്കും. ഷിബാനസിക്കര വരാ ജിബോ വരാ ഷിബാനസ് അപ്പോഴും അമ്മ കാണുമ്പോൾ വളരെ ഹൃദയത്തിൽ വിഷയം. ഞാൻ കർത്താവ് ഡോണ്ട് ലുക്ക് അറ്റ് ദ TV. Don't look at the TV. Go and sit in my presence. പ്രാർത്ഥിക്കാം. അവർ ഇതും അതും പറയും, കള്ളത്തിന് പറയും. നമ്മൾ പിശാചി കള്ളത്തിന് പറയും നമ്മുടെ മനസ്സിൽ. എന്നിട്ട് നമ്മുടെ മനസ്സിൽ അതും ചിന്തിക്കും. അതാണ് പത്രോസ് ഹാലേലിയ തിരുമാല നോക്കിയിട്ട് അത് താഴാൻ തുടങ്ങി. തിരുമാല നോക്കിയാൽ നീ താഴും, വിഷയത്തെ നോക്കിയാൽ നീ താഴും, മനുഷ്യന്റെ അവന്റെ ഇവന്റെ റിപ്പോർട്ട് കേട്ടാൽ നീ താഴും എന്നൊക്കെ പറഞ്ഞു. നീ പ്രാർത്ഥന മുറി കഥയടക്കി കണ്ണും ഹാല പുറമേയുള്ള കണ്ണടയ്ക്ക്, പുറമേയുള്ള ചെവി അടയ്ക്ക്. നസിക്കുന്നതിൽ അകത്തോട് ദൈവാത്മാവ് സംസാരിക്കും. അപ്പൊ ഇവിടെ പരിശുദ്ധാത്മാവ് ഹാലേലിയ യേശു പറഞ്ഞു മരിക്കത്തില്ല, അല്ലെങ്കിൽ ഈ തീരം മരണത്തിനായിട്ടല്ല. അപ്പൊ നമ്മളെപ്പോലെ ഉള്ളവരാ ലാസ്മാരെല്ലാം, മറിയൊക്കെ നമ്മളൊക്കെ ഒരുപോലെയാ. അല്ലേലിയ. നമ്മളാണേലും ചിന്തിക്കും, എന്താ ഇപ്പൊ മരിച്ചുപോയെ ശിവാനസിക്കര ഹാലേലിയ. പക്ഷെ അത് കഴിഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, പിന്നെ യേശു തന്നെ പറയോ, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കാൻ കഴിയാകുമല്ലോ എന്ന് നാം അവന്റെ അടുക്ക പോകാം എന്ന് പറഞ്ഞു. ദിദിമോസിന്റെ പേരിൽ തോമസ് പറഞ്ഞു, ഇവനെ കൊല്ലത്തേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പോയി മരിക്കാം. ഹാലേലിയ. ഇതിൽ ഇനി ഒന്നും നമുക്കറിയാലോ തോമസിനെ. ഹാലേലിയ. അവിശ്വാസത്തിന്റെ വാക്ക് നമുക്ക് അതിനോടുകൂടെ മരിക്കാമെന്ന്. ഹാലേലിയ. പിന്നെ 17-ാം വാക്യത്തിൽ എന്ന് പറയും. 17-ാം വാക്യം ശിവാനസിക്ക് വായിക്കാം. 17 വായിക്കാം. അവനെ കല്ലറയിൽ വെച്ചത് 4 ദിവസമായി എന്നറിഞ്ഞു. ബഥാന്യ യെരൂശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയെയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്താ മേടിച്ചാലും ദൈവം നിനക്ക് തരുമെന്നേ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാരണത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, കർത്താവേ,
ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെയെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തന്റെ സഹോദരിയായി മറിയയെ സ്വകാര്യമായി വിളിച്ചു. ഇവിടെ നമ്മള് യേശു അറിഞ്ഞു അവന് 4 ദിവസം കല്ലറ വെച്ചിട്ട്, മരിച്ചിട്ടുമല്ല വീട്ടിലില്ല, കല്ലറ വെച്ചിട്ട് 4 ദിവസമായി. ശുഭാലസി 4 ദിവസം കഴിഞ്ഞല്ലേ ശുഭാലസിക്കര യേശുവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. യേശു ഓൾറെഡി അറിയാം ഇതൊക്കെ, പക്ഷെ അവിടെ എഴുതി വെച്ചൊക്കെ യേശു അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അറിയാതെ അല്ല കാര്യങ്ങളൊന്ന് യേശു അറിഞ്ഞു. പിന്നെ ബെഥാന്യ യെരൂശലേമിന് ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയും അറിയാം. അപ്പൊ നമുക്കറിയാം ഇപ്പം ഈ സിറ്റുവേഷനിൽ എല്ലാവരും പരസ്പരം ആശ്വസിപ്പിക്കുക. മാർത്തയെ മറിയെ സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരെ അടുത്ത് വന്നിരുന്നു. യേശു വരുന്നെന്ന് മാർത്ത അവനെ കേട്ടിട്ട് മാർത്ത അവനെതിരെ പറ്റുന്നു. മറിയ വീട്ടിലിരുന്നു. അപ്പൊ മാർത്ത യേശുവിനോട് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പോഴ് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ശുഭാലസി കുറോ പല ദൈവത്തിലെ നമ്മളും അങ്ങനെയല്ല എത്തി. കർത്താവെ നീ ഞങ്ങളുടെ കൂടെ ഇല്ലയോ, ഞങ്ങൾ പ്രാർത്ഥിച്ചില്ലയോ, ഞങ്ങൾ പ്രാർത്ഥിച്ചു ഉപസിച്ചു അല്ലല്ലോ അരുമാ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് കർത്താവ് ഇന്ന് രാവിലെ ദൈവാത്മാവ് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. നീ പറ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. യേശുവിനോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാനുഷികമായി അവൾ പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാ പറയുന്നു നമ്മളെ മാനുഷിക ബുദ്ധിയിലെ ആലോചന മാറ്റി വെച്ചിട്ട് ദൈവ ശബ്ദം കേൾക്കണം. ശുഭാനസിക്ക് നമ്മൾ പലപ്പോഴും മാനുഷികമായ ആലോചനയാ നമ്മളെ പഠിക്കുന്നത്. എന്നാല് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ശുഭാനസിക്കര അപ്പൊ ഒരു വശത്ത് നമുക്ക് മാനുഷ്യ ആലോചന വരും, എന്നാലും ദൈവാത്മാവ് അത് മാറ്റിവെക്കണം. ഒരു മനസ്സ് യേശു ദൈവത്തിന്റെ ആലോചന ഇതാണ്. യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് ദൈവാത്മാവ് വ്യക്തമായി എന്നോട് ഇടപെട്ടതാണ്. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഈ വിഷയത്തോടനുബന്ധിച്ച് പറയുകയാണ് യേശു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട് ഒടുക്കത്തതല്ല പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കാൻ ആയിരുന്നു കണ്ട. അവൾ പിന്നെ മാനുഷ്യാലോചന കൊണ്ടുവരും അവിടെ. എന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും അറിവുണ്ട്. ശിവാന്റെ ദേവദാസ് എപ്പോഴും പറഞ്ഞ തിയോളജി അറിയാം മാർത്തയ്ക്ക്. പക്ഷേ ഒരമാന വിശ്വാസത്തിന്റെ ശബ്ദം, ദൈവ ശബ്ദം, ആത്മാവിന്റെ ശബ്ദം അതിനിടയ്ക്ക് കേൾക്കും. അതിനിടയ്ക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേൾക്കും. അതാ പറഞ്ഞ നീ കടകടച്ച് ശിവാരസിക്ക് കടകടയ്ക്കണം. ഇവാന് മാനുഷിക ശബ്ദത്തിനെതിരെ കടകടയ്ക്കണം. ഇവാൻ എന്നിട്ട് ദൈവശബ്ദം കേൾക്കണം. ഇവാനസിക്കർ അവിടെയാണ് എണ്ണ പകരുന്നത്. യേശുള്ളൂ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കെന്ന് പറഞ്ഞു. മാറ്റവന് ഒടുക്കത്തെന്നാലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു യേശുള്ളോട്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. ദൈവങ്ങളെ കർത്താവ് ഇടപെട്ട കാര്യമാണ്. ദൈവം ഒരിക്കലും നിന്നെ രക്ഷിപ്പിക്കത്തില്ല. നീ ഇവാനസിക്കർ കർത്താവിനെ കാത്തിരുന്ന ഒരിക്കലും രക്ഷിപ്പിക്കത്തില്ല. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. Jesus Christ came to the tomb. Hallelujah. അവിടെ മറിയ ഓർത്തെ അന്വേഷിച്ച് വന്നേക്കുക. കഴിയുന്ന വ്യക്തികളെ അന്വേഷിച്ച് വന്നേക്കുക. അവന് വേണം അവിടെ ഇരിക്കാൻ. ഇവർ പുറത്തുനിന്ന് വെക്കാം. എന്നാലും കരഞ്ഞ വാർത്തയ്ക്ക് വേണ്ടി, കരഞ്ഞ മറിയയ്ക്ക് വേണ്ടി, കരഞ്ഞ സുഖമാർക്ക് വേണ്ടി ദൈവം വെളിപ്പെട്ടു. അതിനോടനുബന്ധിച്ചിട്ട് നമുക്ക് പിന്നെ വരാം. ലൂക്കോസ് 24 പറയുന്നു അവിടെ മാനസികത നമുക്കറിയാം. ഇസ്ലാമിൽ നിന്ന് എമൗസിലേക്ക് എമൗസിലേക്ക് പോവുക. 13 ലൂക്കോസ് 24 13 തൊട്ട് 18 വരെ 13-18. അന്ന് തന്നെ അവർ രണ്ടുപേർ എരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരത്തുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയും ഈ സംഭവത്തിനെ കുറിച്ചൊക്കെയും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. തർക്കിച്ചിട്ടായിരിക്കുമ്പോൾ യേശു താനും അടുത്തിയെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ കൊണ്ട് അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ ബാധിക്കുന്ന ഈ കാര്യം എന്തേന്ന് ചോദിച്ചു. അവർ വാടി മുഖത്തോടെ നിന്നു. യോസാവെന്ന് പേരുള്ളവൻ യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. എന്ന് അവൻ അവരോട് ചോദിച്ചതിനെ അവർ അവനോട് പറഞ്ഞത് ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവരെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളും അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടക്കി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രതീപിച്ചു. അത് മതി. അപ്പോഴും ദൈവമക്കളെ സമാന ഈ സിറ്റുവേഷനിലല്ലേ നമ്മളിപ്പോ. ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവനെ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല ഇത് സംഭവിച്ചിരുന്നു. 3-ാം നാളാകുന്നു.
ദൈവം അവരെ കൈവിട്ട് യേശുവിന്റെ കൂടെ നടക്കുവാന്ന്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാന്ന്. ഇവരിങ്ങനെ സംസാരിച്ചു അവര് യെരൂശലേമിൽ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, യേശു മരിച്ചു പോയല്ലോ, നടക്കിയല്ലോ, അല്ലെങ്കിൽ എന്നോർത്തവര് യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മാവോസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുക. ഈ സംഭവത്തിനെ കുറിച്ചൊക്കെ തമ്മിൽ സംസാരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുദാനം അടുത്ത് അവരോട് ചേർന്ന് നടക്കുക. അവനറിയാതെ അവർ കണ്ണ് നിരോധിച്ച് ദൈവമക്കളെ നമ്മളെ കൈവിടത്തില്ല, കാത്തിരിക്കുന്നവനെ കൈവിടത്തില്ല. കാത്തിരുന്ന രസിക്കര അരിമത്തിയല്ല യോസഫിനെ കൊണ്ട് യേശുവിനെ അടക്ക സൂക്ഷിപ്പിച്ചു. കാത്തിരുന്ന ശിമിയോനെ യേശുവിനെ പരിവാര പ്രത്യക്ഷ ബേബി ജീസസിനെ കാണുവാൻ ഇടയായിത്തീർന്നു. കാത്തിരുന്ന ആനയ്ക്ക് അന്ന പരിവാരസിക പ്രവാചകയ്ക്ക് യേശുവിനെ കാണുവാൻ ഇടയായിത്തീർന്നു. കാത്തിരിക്കുന്നവർക്കാണ് ദൈവം ഇറങ്ങി വരും. ദൈവമക്കളെ കാത്തിരുന്നാൽ മതി. ദൈവം പ്രവർത്തിക്കാൻ കാത്തിരിക്കുന്നുണ്ട്. ദൈവം പ്രവർത്തി അയക്കാൻ പോവാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവരുടെ കണ്ണ് നിരോധിച്ചിരിക്കുക. അവർ യേശുവിനെ അറിഞ്ഞില്ല. അവരോട് നിങ്ങൾ വഴി നടന്ന് വാദിക്കുന്ന ഈ കാര്യം എന്തെന്ന് ചോദിച്ചു. അവനെന്താ നിങ്ങൾ പറഞ്ഞോളൂ. നമ്മളെല്ലാവരും ഇന്ന് ഈ ദേശത്തെ അല്ലെ ലോകം മുഴുവനുള്ള ചോക്കായത്. ഹല്ലേലൂയ. ചോക്ക കർത്താവേക്ക് നിങ്ങൾ എന്താ വാദിക്കുന്നത്? അവർ വാടി മുഖത്തോടെ നിന്ന് നിനക്കിതൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് അവര് വാടി മുഖത്തോടെ നിന്ന് ക്ലയോപ്പ എന്ന പേരുള്ള യെരൂശലേമിലെ പരദേശികൾ നീ മാത്രം ഈ നാളുകൾ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നതെന്ന് ഉത്തരം പറഞ്ഞു. ഏതെന്ന് അവരോട് ചോദിച്ചതിന് അവരവരോട് പറഞ്ഞത് ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു നസ്രായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരെ പ്രമാണികളും അവനെ മരണവിധി കേൾപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവരെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കപ്പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. സ്തോത്രം. ആകെ കൺഫ്യൂഷൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറക്കെ ചെന്നു. സ്ത്രീകൾ പറഞ്ഞ പോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ല താനും. ആരുടെ ദേഷ്യം ഉയർത്തെഴുന്നേറ്റ് മരിച്ചപ്പോൾ അവരെല്ലാം സന്തോഷിച്ചു. യേശു മരിച്ചു. യേശുവിനെ കല്ലറയ്ക്കൽ വെച്ചപ്പോൾ അവനെ ക്രൂശിച്ചവരും യേശുവിന്റെ എതിരാളികൾ വളരെ സന്തോഷിച്ചു. അവരറിഞ്ഞില്ല. ഒരു 3-ാം ദിവസം ഒരു പുനരുദ്ധാന ശക്തിയോടെ യേശു ഉയർത്തെഴുന്നേൽക്കുന്നവരറിഞ്ഞില്ല. അവര് ഇങ്ങനെ ഒരു ഹല്ലേലൂയ പറച്ചിലുണ്ടെന്ന് പറഞ്ഞ് അവര് കള്ളസാക്ഷി പറയപ്പിക്കാൻ പണം കൊടുത്തു. പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അത് 28-ാം വാക്യം. അവൻ മുമ്പ് ഭാവം കാണി ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. വായിച്ചു. ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. ഇരിക്കുമ്പോൾ അവൻ അപ്പോഴത്തെ ഉടനെ അവരുടെ കണ്ണു തുറന്നു. അവർ അവനെ കാണിച്ചു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ തിരുവനന്തപുരങ്ങളെ തെളിയിക്കുമ്പോൾ കത്തിക്കൊണ്ടിരുന്നില്ലയോ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകും. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പന്നൂർ കീഴിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. ആമേൻ ആമേൻ. താങ്ക് യു. ഹല്ലേലൂയ. അപ്പോഴ് ദൈവമക്കളെ യെരൂശലേമിൽ നിന്ന് അവർ എമ്മാവോസിലേക്ക് പോകുമായിരുന്നു നിരാശയോടെ. പക്ഷെ തിരിച്ചവർ യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. തിരിച്ചവർ ആരാധന സ്ഥലത്തേക്ക് മടങ്ങി വന്നു. അല്ലെങ്കിൽ അപ്പൊ അവരെ വളരെ പ്രയാസപ്പെട്ടു. യേശുവിനെ മരിച്ചു, യേശു അടക്കി, യേശുവിനെ അടക്കി. അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തോടെ അവര് എമ്മാവോസിലേക്ക് പോകുമായിരുന്നു. എന്നാൽ യേശു ചേർന്ന് നടന്നു. ദൈവമക്കളെ അതാ പറഞ്ഞു കർത്താവ് ഞാൻ നിങ്ങളെ അനാഥരെ വിടുകയില്ല, ഞാൻ നിങ്ങളെ അനാഥരെ വിടുകയില്ല. കാത്തിരിക്കുന്നവൻ രചിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. കർത്താവ് കൂടെ വരും. കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥരെ വിടുകയില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരും, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 14 പറയുന്നത് ഞാൻ നിങ്ങളുടെ അടുക്ക വരും. കണ്ടോ? യോഹന്നാൻ 14:18 പറയുന്നു ഞാൻ നിങ്ങളെ അനാഥരെ വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. വാക്കാണ് അവിടെ നിവർത്തിയാണ്. ഞാൻ നിങ്ങളെ അനാഥരെ വിടുകയില്ല. കാത്തിരിക്കുന്നവനെ അനാഥരെ വിടത്തില്ല, പ്രാർത്ഥിക്കുന്നവനെ അനാഥരെ വിടത്തില്ല, നോക്കിക്കുന്നവനെ അനാഥരെ വിടത്തില്ല, ദൈവത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നവനെ കാത്തിരിക്കുന്നവനെ അനാഥരെ വിടത്തില്ല. ശക്തിയോടെ അവിടെ സൂക്ഷിച്ചവരെല്ലാം ഇവർ ലജ്ജിച്ച സമയം
ശമാന സീക്കർ അവനെ ക്രൂശിച്ചവരെല്ലാം ലജ്ജിച്ചു പോയി. അവരുടെ പുനരുത്ഥാന ശക്തി രിമാന സീക്കര കല്ലറ പൊട്ടിച്ച് ഹരിമാന കണ്ണുരുട്ടി മാറ്റി അല്ലെങ്കിൽ അവൻ വെളി വന്നു. ഓ റുമാന സീക്കര ജീവന്റെ നായകനെ റുമാന കല്ലറയ്ക്കകത്ത് വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മുഴുവൻ നിർമ്മിച്ചവനെ കല്ലറയ്ക്കകത്ത് വെക്കാൻ പറ്റുമോ? ആ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഒരു സമയം വച്ചിട്ടുണ്ട് ദൈവത്തിന്റെ മകളെ നിന്റെ വിഷയത്തിന് വേണ്ടവൻ രാജാവ് രാജാവായി ഇറങ്ങി വരും. ആമേൻ ആമേൻ ഹല്ലേലൂയ. വെളിപ്പെട്ടു വരും. വന്നാൽ നഷ്ടമക്കുന്ന അവസ്ഥ പരിപാടിച്ചു. ചിലപ്പോൾ 35 വർഷം കുളക്കനായിരിക്കും. നിന്റെ വീട്ടിൽ പോകാത്തത്തോളം നീ യേശുവിനെ തള്ളിപ്പറഞ്ഞു പോകാത്തത്തോളം അവൻ നിന്റെ അടുത്ത് വരും. നീ കാജിമാറ ദൂതനെ കണ്ട് കാട്ടുകാത്തിരുന്ന് മടുത്തു. വെള്ളത്തിന്റെ ഇളക്കം കാത്ത് മടുത്തു. വെള്ളം മനുഷ്യനെ സഹായിക്കുന്നവർക്ക് മടുത്തു. മനുഷ്യരെ സഹായിച്ചില്ല. ദൂതനിറങ്ങി സഹായിച്ചില്ല. വെള്ളത്തിന്റെ ഇളക്ക തന്നെ നോക്കിയിട്ട് പറ്റുന്നില്ല. ദൂതനെ നോക്കിയിട്ട് പറ്റുന്നില്ല. മനുഷ്യനെ നോക്കിയിട്ട് പറ്റുന്നില്ല. അവിടെ ദൈവം ഇറങ്ങി വരും. ശബാനസിക്കര എല്ലാ വാതിലും നിനക്ക് വേണ്ടി അണയും. പക്ഷെ യേശു നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആകാശം കീറി ഇറങ്ങി വരും. ഇതുപോലെ പർവ്വതങ്ങൾ തുഴുവാൻ തക്കുവിടമേ തോന്നും. ഓ ഈ ദൈവത്തെ നമ്മൾ സാധിക്കുന്നത് ശബാനസിക്കര ദൈവത്തിന്റെ വായിലെ വിട്ടുകൊടുക്കരുത്. കാരണം അവൻ 50 മുഴം ഉയരമുള്ള കഴിമരം ഉണ്ടാക്കിയ കാരണം മോർദെഖായി തൂങ്ങി നിൽക്കുന്ന എല്ലാരും കാണണം. നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് സംഭവിക്കും. അല്ലെ നീ ചെയ്യുന്ന പോലെ അതാ പറഞ്ഞ മറ്റുള്ളവർക്ക് നമുക്ക് ഇഷ്ടമുള്ള മറ്റുള്ളവർക്ക് ചെയ്യാവുന്നുള്ളെന്ന്. അങ്ങനെ കാരണം ഇതെല്ലാം തിരിച്ചു വരും. അവനോർക്ക് 50 മുഴം ഉയരമുള്ള കഴിമരത്തെ മോർദെഖായി തൂങ്ങിക്കിടക്കുന്ന കാണാൻ വേണ്ടി അവൻ കാണാൻ പ്ലാൻ ചെയ്ത് ഇവർ ഇരുന്നതാ പാവം. അല്ലേ അവൻ തൂങ്ങിക്കിടക്കുക. നമ്മൾ ആരാധന നമുക്ക് ആളില്ല. നമുക്ക് ചിന്ത വേണം. നമ്മൾ ദൈവത്തിന്റെ മക്കളാ. യേശുവിന്റെ മുടി വീഴുന്നോ കർത്താവിനെ അറിയാം. നമ്മളൊന്നും പേടിക്കണ്ട. നമ്മൾ ഉറച്ചു നിന്നാ മതി. കർത്താവ് ചെങ്ങനടുത്തോളം ഉറച്ചു നിൽക്കും. ദിവസമായാലും നാട്ടം വെച്ചാലും ഇനി പോകാൻ പുഴുവരിച്ചാലും അസ്തായാലും ഇനി അവിടെ ഒന്നുമില്ലെങ്കിലും ഒന്നുമില്ലാത്ത വിളിച്ചു വരുത്തുന്നത് വിളിച്ചു വരുത്തും. നമ്മുടെ പിള്ളേരെ അപ്പുറത്തെ മുറിയിലുണ്ടെങ്കിൽ മോനെ ഇങ്ങനെ വരാൻ പറഞ്ഞാൽ വരും. എന്ന കർത്താവ് നമുക്ക് അപ്പുറത്തെ മുറിയിലുണ്ടെങ്കിൽ അവിടെ പിള്ളേരില്ലാതെ കർത്താവ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തും. അതാണ് ദൈവം. നമ്മുടെ ദൈവം. അവിടെ സൂര്യനെ വിളിച്ചു വരുത്തി. ചാട്ടില്ല വിളിച്ചു വരുത്തി. നമുക്ക് വേണ്ടിയല്ല വിളിച്ചു വരുത്തുന്ന ദൈവമാവൻ. അബ്രഹാമിന് വേണ്ടി യേശുവിനെ വിളിച്ചു വരുത്തി. മകൻ ജനിച്ചല്ലോ എന്നാ ജനിക്കും. ദൈവത്തിന് അസാധ്യത ഒന്നുമില്ല. അതാ പറഞ്ഞ അവന്റെ ശരീരത്തിന്റെ നിർജീവത്വം മാതാവിന്റെ ഗർഭത്തിൽ നിർജീവത്വം ഗ്രഹിച്ചിട്ട് വിശ്വാസം ക്ഷീണിച്ചില്ല. വിശ്വാസം ശിവാനസിക്കൽ ക്ഷീണിക്കാതെ വിശ്വാസം ശക്തിപ്പെട്ട് ദൈവത്തിന് മാറ്റം കൊടുത്തു. ഈ ദൈവം നമ്മുടെ ദൈവമക്കളെ ഈ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുക. അവൻ ലജ്ജിപ്പിക്കത്തില്ല. 4-ാം യാമത്തിൽ അവൻ ഇറങ്ങി വരും. ഈ പ്രതികൂലത്തെ ചവിട്ടി മരിച്ച് നിന്നെ ഒതുക്കിയ പ്രതികൂലം ഉണ്ടല്ലോ, നിന്നെ ഒതുക്കിയ തിരമാല ഉണ്ടല്ലോ, നിന്നെ ഒതുക്കിയ തിരമാലയെ കാറ്റും അടങ്ങും കല്ലേ ശാന്തമാവും. നിന്നെ ഒതുക്കുന്ന പിശാചിനെ അവൻ ചവിട്ടി വരും. ചവിട്ടി വരും. നിന്നെ ഒതുക്കുന്ന അന്ധകാരത്തെ അവൻ ചവിട്ടി വരും. കാലത്തില്ല. അവനെ ചെങ്ങാടി മുക്കി മരണം കൊണ്ട് ലാസറിനെ ഒതുക്കാമെന്നോർത്തു. ഓരോന്നാലും ദൈവം ലാസറിന്റെ വീട് ഉന്നതമായ ശക്തി വെളിപ്പെടുത്താൻ വേണ്ടി അവൻ തെരഞ്ഞെടുത്തു. കടന്നുകൊടുത്ത് കർത്താവ് പറഞ്ഞു ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനാ. അവരെ പെണ്ണിനേക്ക് വീട് നടത്തി മക്കളുണ്ട്. ഒരു ഗുണമില്ല. അല്ലേ കാട്ടിലെ കള പോലെയേ ഉള്ളൂ. അല്ലേലൂയ ചെറുതിനും പോലെയേ ഉള്ളൂ. റിമാന എന്നാലും അന്നയ്ക്ക് റിമാന സീക്കർ അന്ന കരയുന്ന ഒരു കുഞ്ഞു മതി. ഒരു കുഞ്ഞിന് വേണ്ടി അവൾ കരയുക. ഒരു ആൺകുഞ്ഞിന് വേണ്ടി അവൾ കരയുക. കാരണം ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന്റെ ഒരു കുഞ്ഞിനെ വേണം. ദൈവത്തിന്റെ ഒരു പ്രവർത്തനം വേണം. കരയിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഒരു പ്രവർത്തിക്ക്
വേണ്ടിയാ. ദൈവത്തിനൊരു മഹത്വം എടുക്കണം, ദൈവം മഹത്വം എടുക്കണം. അതിനു വേണ്ടിയാ. അതിനകത്ത് വർഷങ്ങൾ ദീർഘിപ്പിക്കും, ചിലപ്പം മാസങ്ങൾ ദീർഘിപ്പിക്കും, വർഷങ്ങൾ ദീർഘിപ്പിക്കും. കാരണം ഒരു വ്യക്തിയെ ദൈവത്തിന് ഒരുക്കി എടുക്കണം. ഒരു യോസേപ്പിനെ ഒരുക്കി എടുക്കുവാൻ അനേക വർഷങ്ങൾ എടുത്തു. കാരണം അതുകൊണ്ട് ദേശത്തിന് വേണ്ടി ഒരു വ്യക്തിയെ ഒരുക്കിയെടുക്കണം. ദേശത്തിന് ഒരു വ്യക്തിയെ ഒരുക്കിയെടുക്കാൻ സമയമെടുക്കും. നമുക്കറിയാം, നമ്മൾ മക്ഡാനിലൊക്കെ ചെല്ലുമ്പോൾ ഇവരെ ചില ചിക്കൻ നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈ ഒക്കെ മതി എളുപ്പം കിട്ടും. എന്നാൽ എന്റെ മറ്റെന്തോ ഒന്നും പേരെനിക്കറിയത്തില്ല. അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡർ ആണെങ്കിൽ അവർ പറയും അങ്ങോട്ട് മാറ്റിയിടാം, വണ്ടി അങ്ങ് മാറ്റിയിടാൻ പറയും. കാരണം സ്പെഷ്യൽ ഓർഡറിന് സമയമെടുക്കും. സ്പെഷ്യൽ ഓർഡറിന് സമയമെടുക്കും. കോമൺ ഓർഡർ ആണെങ്കിൽ സാധാരണ ഓർഡർ ഒക്കെ അന്നേരം കിട്ടും. നിനക്ക് സ്പെഷ്യൽ ഓർഡർ ആണെങ്കിൽ വണ്ടി മാറ്റിയിടാൻ പറയും. അല്ലെങ്കിൽ ദൈവം അങ്ങനെ പറഞ്ഞേക്കുക. നമ്മുടെ ഓർഡർ സ്പെഷ്യൽ ഓർഡർ ആയതുകൊണ്ട് സമയം താമസിക്കുന്നത്, അതാ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നത്. ദൈവത്തിന്റെ പ്രവാചകനാണ് സമയം എടുക്കുന്നത്. അടിസ്ഥാനം ഉണ്ടാക്കാൻ പണിയാത്ത വീടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പണിത് കിട്ടും. അല്ലല്ലോ, എന്നാല് അങ്ങേട്ട് പണി നോക്കി ഉന്നതന്റെ വിളികളോ ഉന്നതന്റെ വിളികളോ തലമുറ വേണമെങ്കിൽ ഉന്നതന് വേണ്ടി തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. ചെയ്ത് ശുഭാനെ രൂപപ്പെടുത്തി പാശപ്പെടുത്തി യജമാനിന്റെ മുഖത്തിന് സ്വർണ്ണം വെക്കുന്ന അറിവണ്ട ശുഭാൻ അവസാന കത്താന്റെ മുഖം സ്വർണ്ണത്തെ റിഫ്ലക്ട് ചെയ്യണം. അതുവരെ നിന്നെ തീർച്ചയായിട്ടും വെക്കും. ശുഭാൻ അല്ലെങ്കിൽ കർത്താവിനെ പോലെ ആകുന്ന ഭവനങ്ങൾ കർത്താവിനെ പോലെ വേണമെങ്കിൽ സമയമെടുക്കും. അതിനെ തീറ്റാത്ത് വെക്കും. ശോഭനെ കൂടെ കടന്നു പോകണം. അല്ലല്ലോ, ഒരു കരഞ്ഞ ഹന്നക്കൊരു കർത്താവിന് വേണ്ടി ഒരു പ്രവാചകനെ കൊടുക്കാൻ കിട്ടി. ഞാൻ ഭക്ഷ്യഭാവനെ ഹല്ലേലു പ്രവാചകനെന്ന്. കാരണം അതിന്റെ പിന്നി കരയുന്ന ഒരു മാതാവ്, പിന്നി കരയുന്ന ഒരു വ്യക്തി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വൈകല് നിന്റെ കരത്തിന് വെറുതെ അല്ല. നിനക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിന്റെ കുടുംബത്തെ രൂപപ്പെടുത്തുക, നിന്റെ കുട്ടികളെ നിന്റെ ദേശത്തെ രൂപപ്പെടുത്തുക. ദേശത്തിന് വേണ്ടി നിൽക്കാൻ ലജ്ജിപ്പിക്കത്തില്ല. നാട്ടം വെച്ചാലും വേണ്ടില്ല. ദൈവത്തിനോട് പ്രയോജനപ്പെടുത്തണം. ഇവരെ പിള്ളോടെ എനിക്ക് ദൈവത്തിന്റെ നടക്കണം. അതാണ് റിവാനസിക്കര കർത്താവ് നിന്റെ സഹോദരൻ ഉയർത്തി നിൽക്കും എന്ന് പറഞ്ഞു. മാർത്തവനോട് പ്രാർത്ഥിക്കുന്നില്ലല്ലോ, നമുക്കറിയാമോ, നീരെ കാണാത്ത കാര്യം. മാർത്തവനോട് നല്ല പുനരുത്ഥാനത്തിന് ഉയർത്തിയതൊക്കെ ഞാൻ അറിയുന്നതെന്ന് പറയും. യേശുവോട് ഞാൻ തന്നെ പുനരുത്ഥാനം അയാം അല്ലേ അല്ലേ ഞാനാകുന്നവൻ പുനരുത്ഥാനമായവൻ നിന്റെ മുമ്പിൽ നിന്ന് നിൽക്കുക. പുനരുത്ഥാനമായവൻ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ തലമുറ അടുത്ത് നിൽക്കുക. നാളെയല്ല, അല്ലേ ഇന്ന് നിൽക്കുക. ഇന്ന് നിന്റെ വീട്ടിൽ നിൽക്കുക പുനരുത്ഥാനം. ഇന്ന് നിന്റെ കുഞ്ഞുങ്ങളെ അടുത്ത് നിൽക്കുക പുനരുത്ഥാനം. ഇന്ന് നിൽക്കുക പുനരുത്ഥാനം. നാളെയല്ല, അടുത്തല്ല, ഒരു നാളിലല്ല. ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ പോവാ. ഇപ്പോൾ തന്നെ അത് സംഭവിക്കും. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ശിവാൻ അത് ഇപ്പോൾ തന്നെ സംഭവിക്കും. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ തന്നെ സംഭവിക്കും. ദൈവത്തിന്റെ വൈകല് ശിവാൻ ഈ കാത്തിരിക്കുന്ന വെറുതെ അല്ല, കാത്തിരിക്കുന്ന മനുഷ്യായിരിക്കും. നാട്യം വെച്ചായിരിക്കും 4 ദിവസമായിരിക്കും. നാട്യം വെച്ച് കഴിയുമ്പോൾ മനുഷ്യർക്കെല്ലാം പറയാൻ കഴിഞ്ഞു. കണ്ടോ 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 അവനെ കണ്ടോ അവനെ കണ്ടോ കർത്താവേ, നീ ആരാധന കർത്താവേ. അവന് മനുഷ്യരല്ല, ഇത് മനുഷ്യരല്ല. അവൻ ആ പോലെ പേടിച്ചു. കാരണം ആർക്കും ഒതുക്കാൻ പറ്റാത്ത സൗണ്ട് താഴെ വീണ് കിടക്ക, കണ്ണും കാണാതെ. അതുപോലെ അവൻ മനസ്സിലായത് മനുഷ്യരല്ലോ, ഇത് ദൈവമാനോ സംസാരിക്കുന്നത്. നിന്നോട് ഒത്തിരി ചോദ്യം കൊണ്ട് ചോദിച്ചോണ്ട് വരുന്നതിനോട് ദൈവം ഇടപെട്ടോളൂ. ഒന്നും പേടിക്കണ്ട, ഒന്നും പ്രാർത്ഥിച്ചിട്ടുണ്ടായി, ഇത്ര ഹോസ്പിറ്റലുണ്ടായി, ഇത്ര ആരാധിച്ചിട്ടുണ്ടായെന്ന് ആരെങ്കിലും നിന്നോട് നാം അനക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മറുപടി സ്വർഗം കൈകാര്യം ചെയ്തോളൂ. നമ്മൾ കൈകാര്യം പോണ്ട.
കേൾക്കാൻ കൈകാര്യം ചെയ്യാൻ അവിടെ ഇരിപ്പുണ്ട്. നിന്റെ പ്രവചനം എവിടെയാണെന്ന് ചോദിക്കുന്നവൻ മുകളിൽ ഇരിപ്പുണ്ട്. ദൂത് പറഞ്ഞവൻ, ദൂത് പറയാൻ മോളിലാണ് അവൻ ചെയ്തോളും. ഒന്നും പേടിക്കല്ല ദൈവത്തിലെ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നിന്നെ നിന്ദിക്കുന്നവരെ നിന്ന എന്റെ മേൽ വീണു. ദൈവത്തിന്റെ മേലോട്ട ഈ തുപ്പലെല്ലാം ഏറ്റുന്നു. ദൈവത്തിന്റെ മേലോട്ട എനിക്ക് കലറ വെച്ചിട്ട് 27 വരെ ഒന്ന് വായിക്കാം. വായിച്ചോളരെ. ഹാലേലൂയ. അത് കർത്താവ് ദൈവത്തിനായ ക്രിസ്തു എന്ന് വിശ്വസിച്ച് ഇനി നമുക്ക് പോകേണ്ടത് ഇവിടെയാണ്. ഹാലേലൂയ. 32 യേശു ഇരിക്കുന്നിടത്ത് മറി എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ അവള് പറയാൻ ഇവിടെ ഉണ്ടായിരുന്ന എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഇവർ നൊന്ത് കലകി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവേ, വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. അപ്പൊ ഇവിടെ യേശു ഇരിക്കുന്നിടത്ത് മറിയെത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണ്. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. കർത്താവെ, നീ എന്റെ കൂടെ ഇല്ലയോ? എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ? എന്തായാലും സംഭവിക്കുന്നത് അതുകൊണ്ടല്ല കർത്താവിന്റെ നാമം മഹത്വപ്പെടാൻ പോവുക. അവന്റെ നാമം മഹത്വപ്പെടാൻ പോവുക. നമ്മുടെ വേദനയിലൂടെ, നമ്മുടെ നിന്നയിലൂടെ, നമ്മുടെ പരിഹാസത്തിലൂടെ, നമ്മുടെ കഷ്ടതയിലൂടെ അവന്റെ നാമം മഹത്വപ്പെടാൻ പോവുക. അവനെ വെച്ചാൽ എവിടെ? കർത്താവെ, വന്ന് കാണുക എന്നവർ അവരോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. നമ്മളോട് കരയുന്ന ദൈവം, നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക. കാരണം അവനെ അറിയാം. വേദന അറിയുന്നവൻ, നമ്മുടെ കഷ്ടത അറിയുന്നവൻ, നമ്മുടെ നിരാശ അറിയുന്നവൻ, നമ്മുടെ ലജ്ജ അറിയുന്നവൻ. അവൻ കരയുക. ഹല്ലേലൂയ. യേശു കണ്ണുനീർ വാർത്തു. അങ്ങനെയുള്ള കർത്താവേ നമുക്ക് വേണ്ടി നമ്മളോട് കരയുന്നവൻ, നമ്മളോടുകൂടി ഇരിക്കുന്നവൻ, നമ്മളോട് നിന്നുന്നവൻ, നമ്മളോട് സംസാരിക്കുന്നവൻ, നമ്മുടെ കഷ്ടത്തെ ഏതാ കർത്താവ് ഞാൻ നിന്നെ ഒരു നാൾ കൈവിടില്ല, ഉപേക്ഷിക്കുന്നില്ല. 39 വാക്യത്തിൽ പറയും, കല്ല് നീക്കുവിനെ യേശു പറഞ്ഞു. അവിശ്വാസത്തിന്റെ കല്ല് മാറ്റാൻ, മരിച്ചവന്റെ സഹോദരനെ മാറ്റാൻ കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി. 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. അത് കർത്താവ് അവിടെ ഇവിടെ കേട്ടല്ലോ, നീ കാണുന്നു കേൾക്കുന്നു ഒന്നും വിളിച്ചു പറയണ്ട. ഇവിടെ വിളിച്ചു പറയണ്ട. ന്യൂസ് കേൾക്കുന്ന വിളിച്ചു പറയണ്ട. അവരോടും പറഞ്ഞ പലരുകൊണ്ട് അതുകൂടെ വിളിച്ചു പറയണ്ട. ഒരുപാട് നിന്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഞാൻ മരിച്ചിരിക്കുക. പക്ഷേ നാറ്റം വെച്ചു. പക്ഷെ കർത്താവരെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. യേശുവോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുകയാണ് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി. പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എന്റെ അപേക്ഷ കേൾക്കുന്നത് ഞാൻ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരെ വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ പുറത്തു വരിക. മരിച്ചവൻ പുറത്തു വന്നു. ദൈവത്തിന്റെ ബൈബിളെ മരിച്ച വിഷയങ്ങൾ വെളിവരുക. അവന്റെ കൈയും കാലിക്കൈയും ശീലോട്ട് കെട്ടിയും കൊണ്ട് മൂടി വരുന്നു. അവന്റെ ദൈവമക്കളെ വലിയൊരു വലിയ പ്രവൃത്തി കാണാൻ പോവാ. നമ്മൾ ഒരു പുനരുത്ഥാന ശക്തി, നമ്മൾ കാണാൻ പോവാ. പറഞ്ഞ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ കാരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് ആലേ നമ്മൾ ദൈവത്തിന്റെ സന്നിധി നമ്മൾ കാത്തിരിക്കുന്നതാണ്. ആലേ കർത്താവ് ഒരു വലിയ പ്രവൃത്തി ചെയ്യാൻ പോവാ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസനായ സ്വർഗീപിതാവേ, നല്ല സമയത്തിനാണ് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. സ്വാമി കർത്താവ് നീ സംസാരിച്ചല്ലോ. ഹിമാനസിക്കര ദൈവത്തിന്റെ ഹിമാനസിക്കര മാറ്റമില്ലാത്ത വചന കർത്താവ് നീ സംസാരിച്ചല്ലോ. കർത്താവ് ഹിമാനസിക്ക് നീ വെളിപ്പെടുത്തി തന്നല്ലോ. കർത്താവ് അത്ഭുതം ചെയ്യണപ്പ. ഈ ദിവസം ഇങ്ങനെ വലിയ പ്രവൃത്തി ശൂശംപട്ടണം ആർത്തുഘോഷിക്കാൻ പോവുക. ശൂശംപട്ടണം ആർത്തുഘോഷിക്കാൻ പോവുക. ശൂശംപട്ടണം കലങ്ങിപ്പോയെങ്കിൽ ആ ശൂശംപട്ടണം ആർത്തുഘോഷിക്കാൻ പോവുക. ഹിമാനസിക്കര ദൈവത്തിന്റെ ജനം പ്രവർത്തിക്കുന്നു. ഹിമാനസിക്കര ശൂശംപട്ടണം ആർത്തുഘോഷിക്കുക. ശൂശംപട്ടണം ആർത്തുഘോഷിക്കുക. കലങ്ങിപ്പോ ശൂശംപട്ടണം ആർത്തുഘോഷിച്ചു. എസ്തറിന്റെ പുസ്തകം 8-ന്റെ 15 പറയുന്നു ശൂശംപട്ടണം ആർത്തുഘോഷിച്ചു. എന്ന മോർദെഖായി നീല ശുഭ്രമായ രാജവസ്ത്രം വലിയ പങ്കിരിയുടെ ചടങ്ങ് കൊണ്ടുള്ള രക്താംബരം ധരിച്ച് രാജസന്നിധിയിൽ പുറപ്പെട്ടു. ശൂശംപട്ടണം ആർത്തുഘോഷിച്ചു. യൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. ഹല്ലേലൂയ. ഹിമാനസിക്കര കർത്താവേ, ഈ ദിവസങ്ങളിൽ ശൂശംപട്ടണം ആർത്തുഘോഷിക്കാൻ പോവുക. ഈ ദേശം ആർത്തുഘോഷിക്കാൻ പോവുക. ഹിമാനസിക്കര ലോകം ആർത്തുഘോഷിക്കാൻ പോവുക.
ലൈനായിട്ട് എല്ലാ ദൈവങ്ങളെ സഹായിക്കും. എത്രത്തോളം സമയം അനുഭവിച്ചെന്ന ദൈവദാസിനെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഒരുപാട് സ്പീക്കറ ലൈനിൽ കൂട്ടിക്കൊണ്ട് എല്ലാ ദൈവങ്ങളെ അനുഗ്രഹിക്കുന്നു. അടിങ്ങളെ ഞങ്ങൾക്കുള്ളതിനെ യേശുവിന്റെ രക്തമാണ് മുദ്രയിടുന്നു. ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. ഓരോ കുടുംബങ്ങളിലുള്ള എല്ലാ ലാസറുമാരും വെളി വരട്ടെ, എല്ലാ അഴിക വിഷയങ്ങൾ വെളി വരട്ടെ, അനേക നാളുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ വെളി വരട്ടെ. എത്തിക്ക ജീവൻ വെക്കട്ടെ കർത്താവ്. അടിങ്ങൾ ഓർത്ത് ഒരു പ്രാവശ്യം സമർപ്പിക്കുന്നു. നാമത്തിൽ തന്നെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു സിസ്റ്റർ. ഹല്ലേലൂയ. നമ്മൾ ഇത്രയും നേരം ദൈവത്തിന്റെ വചനത്തിൽ കേൾക്കുകയായിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഈ രാജ്യം കടന്നു പോകുന്ന അവസ്ഥകൾക്ക് ഒരു വ്യത്യാസമുണ്ട്. പ്രൈസിലോട് കർത്താവ് എഴുന്നേറ്റ് യുദ്ധം ചെയ്യുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ കൂടി നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. അനേക ഉദാഹരണങ്ങൾ ദൈവത്തിന്റെ ഹല്ലേലൂയ സംഭവങ്ങൾ കർത്താവിന്റെ വചനത്തിൽ കൂടി നമ്മളെ ഹല്ലേലൂയ ഗ്രഹിപ്പിക്കുവാൻ തന്നെ ദാസിയെ ദൈവം ഉപയോഗിച്ചല്ലോ. അതിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവം കുടുംബമായി ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം. ഇന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായ ജീവിതങ്ങൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു മറുപടി ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിച്ചാൽ നമ്മൾ അവിശ്വസിച്ചു പോകുന്നവരായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അതിനൊക്കെയും ദൈവം മറുപടി തരുമെന്ന് ഇന്ന് പകൽക്കാലം വ്യക്തിപരമായിട്ട് ദൈവത്തിന് സ്തോത്രം വ്യക്തമായിട്ട് നമ്മളോട് ദൈവം സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു അത് കേട്ടിട്ട് ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് എന്ന് പറഞ്ഞു. ആമേൻ. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ പറയുവാനുണ്ട്. ദൈവമക്കളെ പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതത്തിൽ അനേക വിഷയങ്ങൾ പറയാനുണ്ട്. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മൾ വിചാരിക്കും ആ വിഷയം മൂടിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതിനി ഒരു ഉയർപ്പില്ല എന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് ജീവന്റെ ഉറവയായ ക്രിസ്തുവിനെ അടക്കി പ്രൈസ് ദി ലോർഡ് അതോടുകൂടി തീർന്നു എന്ന് ആമേൻ വിശ്വസിച്ച പ്രൈസ് ദി ലോർഡ് യഹൂദന്മാർ പ്രൈസ് ദി ലോർഡ് കല്ലറ ഉറപ്പുവരുത്തി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. റോമൻ സാമ്രാജ്യത്തിന് മുദ്ര കുത്തി. പ്രൈസ് ദി ലോർഡ്. കാവൽ പടന്മാരെ നിർത്തി. ആമേൻ. അല്ലെ കല്ലറ അവർ ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിലും ജീവന്റെ നാഥനായ കർത്താവ് ആമേൻ ഹല്ലേലൂയ തന്നെ പ്രവാചകന്മാരിൽ കൂടി അറിയിച്ച മൂന്നാം നാൾ ഉയർപ്പിന്റെ ശക്തി നമ്മുടെ മൺകുടാരങ്ങളിൽ ഹല്ലേലൂയ തകർന്നിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം ആമേൻ അടക്കിയ വിഷയങ്ങൾക്ക് ഹല്ലേലൂയ ദൈവ ദിവസങ്ങൾ ഇന്ന് പകൽക്കാലം മറുപടി തരുന്ന ദൈവമാണെന്ന വാസ്തവമായി ഇന്ന് പകൽക്കാലം നമ്മൾ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ പല ഉദാഹരണങ്ങൾ ദൈവദാസി ആമേൻ ദൈവവചനത്തിൽ കൂടി നമ്മളെ സംസാരിച്ചു. ഹാമാന്റെ വിഷയം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യഹൂദന്മാരുടെ കൂട്ടം മൊത്തം ആമേൻ സ്തോത്രം ഹല്ലേലൂയ കുടുങ്ങി എന്ന് ചിന്തിച്ച ഹാമാൻ പ്രൈസ് ദി ലോർഡ് തന്റെ കഴുകുമരത്തിൽ അവൻ തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ അവസ്ഥകൾ കർത്താവ് അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. നാറ്റം വെച്ച അവസ്ഥകൾ എന്ന് വെടിവെപ്പാൻ കഴിവുള്ള ഒരു ദൈവം ആമേൻ ഹല്ലേലൂയ ശക്തനായി ഉണ്ട് എന്ന് ആമേൻ ലോക ജനതകൾ വിശ്വസിക്കാൻ തക്കവണ്ണം ദൈവം ഇതിൽ ഒരു വലിയ പ്രവൃത്തി ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തിൽ മടിപ്പില്ലാത്തവരായി ഹല്ലേലൂയ വിശ്വാസത്തിൽ എരിവുള്ളവരായി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. അതാണല്ലോ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉത്തേജനം നൽകുന്ന ദൈവത്തിന്റെ വചനം, വിടുതൽ തരുന്ന ദൈവത്തിന്റെ വചനമാണ്. മാനുഷ്യ ഹല്ലേലൂയ കർത്താവ് വാക്കുകൾ മാറിപ്പോകുമ്പോൾ ആമേൻ സ്തോത്രം ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും ഈ വചനം അത് തുറന്ന് വായിച്ച് ആമേൻ ആ വാക്കുകൾ നമ്മൾ അംഗീകരിക്കുന്നുവെങ്കിൽ
ആ വാക്കുകൾ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അന്ന് വലിയ ദൈവാത്ഭുതങ്ങളെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കേട്ട വചനം ആമേൻ സ്തോത്രം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ്. വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം. അതൊക്കെ വേണം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടു. ദൈവത്തിന് സ്തോത്രം. ഉണർവോടുകൂടെ ആമേൻ സ്തോത്രം. പൈശാചിയുടെ വാക്കുകൾ കേൾക്കാതെ ആമേൻ അതിൽ വിശ്വസിക്കാതെ ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ നമ്മൾക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവിന്റെ വാഗ്ദത്തം നമുക്ക് ഹല്ലേലൂയ തന്നിരിക്കുന്നതുകൊണ്ട് അതിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതം മുന്നേറുവാൻ തക്ക വേണം. ദൈവം നമ്മളെ സഹായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ പോരാടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഹല്ലേലൂയ. യഹോവയാണ് യുദ്ധം ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. പകൽക്കാലം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ ഉണ്ട്. നമുക്ക് വാഗ്ദത്തം തന്നവൻ വിശ്വസ്തനാണ്. അവൻ നമ്മുടെ മധ്യേ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. വിവിധ വിഷയങ്ങളുമായി കടന്നു വന്ന പ്രിയ ജനമേ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ആമേൻ മറുപടിയുണ്ട്. നിശ്ചയമാണ്. വിശ്വസിച്ച ദൈവത്തിന് മഹത്വം കാണുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടയ്ക്കപ്പെട്ട ലാസറിനെ പുറത്തു കൊണ്ടുവന്ന കർത്താവ്. ഹല്ലേലൂയ. ഗ്ലോറി. അനേക വിഷയങ്ങൾ അടയ്ക്കപ്പെടുന്ന സമയങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ഇതിനൊരു ഉയർത്തില്ലയോ എന്ന് ചോദിച്ച് കരഞ്ഞ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്തുവെങ്കിൽ ഇനിയുള്ള വിഷയങ്ങളെ ദൈവം നടത്തി തരുവാൻ ദൈവം മതിയായവന് ശക്തനുമാണെന്ന് നമ്മൾ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ വചനം നമ്മളെ ആമേൻ ജീവിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രേക്കോരിയ ധൂര സിക്കാരിയ ബൗഡറബി ശംബലാറബ ജൂഡറബല. ആമേൻ. നമ്മളല്ല യുദ്ധം ദേമാൻ നമുക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ആയിരിക്കാൻ ദൈവം സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. പിതാവേ സ്തോത്രം. കടന്നു വന്ന ജനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ പകൽക്കാലം ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവിന്റെ ദാസി ഹല്ലേലൂയ സൃഷ്ടിയിലേക്കായി പ്രാർത്ഥിക്കുന്നു. ദാസിയ ദൈവമേ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആമേൻ നിന്റെ മകളോട് ഇടപെട്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്കുള്ള സന്ദേശം കർത്താവ് ഞങ്ങൾക്ക് നൽകിയതോർത്ത് സ്തോത്രം. ഞങ്ങൾ അത് വിശ്വസിക്കുന്ന കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ധൈര്യത്തോടെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ മുന്നേറുവാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ അപ്പാ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അവരവരെ ഔഡർ ശബ്ദനാർബ. ഹല്ലേലൂയ. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണെന്ന് ആമേൻ. തുറക്കപ്പെട്ട വഴികൾ ഉടലറ ശബ്ദലാറബ. തന്റെ പിതാക്കന്മാർക്ക് വെളിപ്പെട്ട വഴികൾ ഉടലറ ശബ്ദലാറബ. അവരെ വലിയ ബൗഡറബ ശബ്ദലാറബ. ഹല്ലേലൂയ. അത്ഭുതം അതിശയമായി ഇന്ന് പകൽക്കാലം കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുന്നോട്ട് എങ്ങനെ പോകും, എങ്ങനെ ഏതവസ്ഥയായിത്തീരും, എങ്ങനെയായിത്തീരുമെന്ന് ഹല്ലേലൂയ ചിന്തിച്ച് ഭാരപ്പെട്ട് പല വിഷയങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരും ദൈവം ഇന്ന് പകൽക്കാലം ഉദ്ധരിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണെന്ന് വാസ്തവമായി ഞങ്ങളോട് സംസാരിച്ച ദൈവമാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ ഹല്ലേലൂയ ഗ്ലോറി വീടുകളെന്ന് പകൽക്കാലം ഞങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ദാസി അനുഗ്രഹിച്ചാട്ട് ദൈവ കൃപ കൊണ്ട് പിന്നെ നിറയ്ക്കണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവരെ വല്ല ബൗഡർ ശബ്ദല കുടുംബമായി അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. ഈ പ്രയറിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. കർത്തൃദാസനെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇപ്പോഴായിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാതെ കുടുംബത്തെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.